Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon. Good afternoon, Good ma'am. afternoon, Miss. Good afternoon. Prayer പാടത്തെ There shall be showers of blessing. This is the promise of love. There shall be seasons refreshing, sent from the Savior above. Showers of blessing, showers of blessing we need. Mercy drops round us are falling, but for the showers we plead. But for the showers we plead. Thank you, Miss. Thought of the day. Thought of the day. The roots of education are bitter, but the fruit is sweet. Aristotle. Thank you. Second. മേബിയ മീനവേനലിൽ രാജകോകിലേ അലയൂ നീ അലയൂ ഒരു മാമ്പൂ തിരയൂ വസന്തകാലജാലകം മനസ്സിലിനിയും തുറക്കൂ വീണുടഞ്ഞൊരീ ഗാനപഞ്ചമം മൊഴി കാണാതിനിയും വഴി തേടും വനിയിൽ വിരിഞ്ഞു ജന്മനൊമ്പരം അരികിലിനിമക്കുയിലേ. താങ്ക് യു മാം. Okay. Good afternoon to all. Good afternoon, ma'am. Good afternoon. Good afternoon. Good afternoon, Miss. Good afternoon. എന്താ ഓ എന്തൊക്കെയുണ്ടാ വിശേഷം? നല്ല വിശേഷം മിസ്. പിള്ളേരെ എക്സാമിന് പോയി രണ്ടുപേര്. ഇപ്പോഴാണ് എക്സാം എക്സാം? അവർക്ക് ക്രിസ്മസ് എക്സാം രണ്ടാമത്തെ ആൾക്ക് നടത്തിയില്ല. 9ാം ക്ലാസ്സിന്റെ ഫൈനൽ എക്സാം ആണ് മിസ്. പറയണ്ട. യൂണിറ്റ് 10 തുടങ്ങിയായിരുന്നില്ലേ? ഡിഫറൻസ് തുടങ്ങിയായിരുന്നു മിസ്സേ. കുറച്ച് കുട്ടികളോട് കേട്ടോ കേട്ടോ.
ഗോപിക്ക് വന്നപ്പോ ക്ലാസ് കയറാറുണ്ടേ? ഉണ്ടോ? കോവിഡിന് വയ്യായിരുന്നു. പക്ഷെ ഞാൻ ഒരു കഴിഞ്ഞ ആഴ്ച പൈസ കയറിയില്ലായിരുന്നു. എന്റെ അച്ഛൻ, അതായത് അമ്മായിയച്ഛൻ മരിച്ചു പോയായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച. അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച അച്ഛന് 5 ദിവസത്തെ അസുഖമായിരുന്നു. ഒരു ശ്വാസം മുട്ട് വന്നതാ. നമ്മൾ ICUലായിരുന്നു. പിന്നെ അത് ലിവറിനെയും കിഡ്നിയും ഒക്കെ ബാധിച്ചു. ഭയങ്കര ഇൻഫെക്ഷൻ ആയി. അങ്ങനെ പിന്നെ ഡയാലിസിസ് കഴിഞ്ഞ ഞായറാഴ്ച 28-ാം തീയതി രാവിലെ അച്ഛൻ മരിച്ചു. അത് നമ്മുടെ ഇവിടെ NS എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു. അങ്ങനെ പിന്നെ എന്റെ കൂടെ അല്ല അച്ഛൻ, അച്ഛൻ്റെ അനിയന്റെ കൂടെയാണ്, അവിടെയാണ് നിൽക്കുന്നത്. അപ്പൊ ഞങ്ങൾ അവിടെ ആയിരുന്നു, ഒരാഴ്ചയായിട്ട് അവിടെ ആയിരുന്നു. ഇനിയിപ്പോ നാളെ അങ്ങോട്ട് പോകും. മറ്റന്നാ കുളിയടിയന്തരമാണ്. അത് കഴിഞ്ഞ് പിന്നുള്ള ചടങ്ങുകളുണ്ടല്ലോ, പിണ്ടം വെക്കുന്നതും അസ്ഥി ഒഴുക്കുന്നതും ഒക്കെ അതിന് തുടർന്ന് ഉള്ള ദിവസങ്ങൾ. അങ്ങനെ അവിടുന്ന് വന്നപ്പോഴത്തേക്കും പനിയായി, ശ്വാസമുട്ടൊക്കെ ആയി ഇരിക്കുന്നു. ഇൻഡിവിജ്വൽ ഡിഫറൻസസ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ഭാഗം പറഞ്ഞിരുന്നു അല്ലേ? ഇതല്ലേ അത്? ഇനി നമ്മൾ നോക്കുന്നത് നേച്ചർ ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ആണ്. The nature of individual difference can be briefed as follows. Individual differenceന്റെ നേച്ചർ നമ്മൾ 2 രീതിയിലൂടെ പറയുന്നുണ്ട്. ഒന്ന്, individual differences are one of degree, not one of kind. Then അതിൽ തന്നെ പറയുന്നത് എന്താണ്? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ റേറ്റ്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്റർ ഇൻഡിവിജ്വൽ ഡിഫറൻസസ്, ഇൻട്രാ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് പഠിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ആദ്യത്തെ നോക്കാം. ഫസ്റ്റ് നേച്ചർ എന്ന് പറയുന്നത് എന്താണ്? Individual differences are one of degree, not one of kind. എന്താണ് അങ്ങനെ പറയുന്നത്? One of degree, not one of kind എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓരോ വ്യക്തി വ്യത്യാസങ്ങളുടെ എല്ലാം ഡിഗ്രി ഒന്നായിരിക്കും, അതായത് അതിന്റെ അളവ് ഒന്നായിരിക്കും, പക്ഷെ അതിന്റെ തരം വ്യത്യസ്തമായിരിക്കും അല്ലെ? അതായത് നമുക്കിപ്പോ പല സ്വഭാവങ്ങൾ പല രീതിയിലല്ലേ പലർക്കുള്ളത്. ഒരേ ഇമോഷൻ പല രീതിയിലല്ലേ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഒരേ ഇമോഷൻസ് തന്നെ നമ്മൾ പറയാറുണ്ട്. ചിരിക്കുമ്പോ നമ്മൾ പതിയെ ചിരിക്കും, പൊട്ടിച്ചിരിക്കും, ജസ്റ്റ് ഒരു മന്ദസ്മിതം കൊടുക്കുന്നവരുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ കാണിക്കുന്നത് വ്യത്യസ്തമായിട്ടാണത്. അതേപോലെ തന്നെ സംസാരിക്കുമ്പോൾ നന്നായിട്ട് സംസാരിക്കുന്നവരുണ്ട്, കുറച്ച് സംസാരിക്കുന്നവരുണ്ട്, ഒട്ടും സംസാരിക്കാത്തവരുണ്ട്. ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് കാറ്റഗറീസ് ഒക്കെ വരുന്ന പോലെ തന്നെ. ഓക്കെ, അതായത് നമ്മുടെ എല്ലാവർക്കും ഒരേ സ്വഭാവങ്ങൾ ഉണ്ടെങ്കിലും എന്താണ്, ആ സ്വഭാവത്തിന്റെ തരത്തിൽ വ്യത്യാസമായിരിക്കും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. വൺ ഓഫ് ഡിഗ്രി എന്ന് പറയുമ്പോൾ ഡിഗ്രിയിലൊക്കെ ഒന്നാണ്, എല്ലാവർക്കും ഒരേപോലെ തന്നെ ഒരേ സ്വഭാവങ്ങൾ ഉണ്ട്. പക്ഷെ നമ്മളത് കാണിക്കുന്നത് അതിന്റെ കൈൻഡ്, തരം വ്യത്യസ്ത രീതിയിലാണ് നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, യെസ്. ഇനി നോക്കാം, ആ ഹെഡ് പോയിന്റ്സ് പറഞ്ഞത് മനസ്സിലായോ? ഹെഡ് പോയിന്റ് ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അതില്? ഒന്നുകൂടെ പറയാമോ സാർ? വൺ ഓഫ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡിവിജ്വൽ ഡിഫറൻസ്. അതായത് നമുക്ക് എല്ലാവർക്കും ഒരേ സ്വഭാവങ്ങൾ ഉണ്ട്, എല്ലാവർക്കും ഏകദേശം ഒരേ സ്വഭാവം ഉള്ളവർ തന്നെയാണ്. പക്ഷെ ഈ സ്വഭാവത്തിന്റെ അളവ് അല്ലെങ്കിൽ അതിന്റെ തരം വ്യത്യാസമല്ലേ. നമ്മൾ വേറെ കൈൻഡിലല്ലേ കാണിക്കുന്നത്. അനുവിന് ദേഷ്യം വരുന്ന പോലെയല്ല ജയശ്രീക്ക് ദേഷ്യം വന്നത് അല്ലെ? പക്ഷെ ദേഷ്യം എന്ന വികാരം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അനു ചിലപ്പോ ദേഷ്യത്തെ ഒരു കുറച്ചും കൂടി പേഷ്യൻസ് ആയിട്ട് ചിലപ്പോ ബിഹേവ് ചെയ്ത് അതിനെ മാറ്റുമായിരിക്കും. പക്ഷെ ജയശ്രീ എങ്ങനെയായിരിക്കും? ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ചായിരിക്കും, ചിലപ്പോ ബഹളം ഉണ്ടാക്കിയിട്ടായിരിക്കും അങ്ങനെ കാണിക്കുന്നത്. അപ്പൊ അതിലെ വേരിയേഷൻസ് ഉണ്ടാവും. അതാണ് അളവിൽ ഒന്നായിരിക്കും, പക്ഷെ തരത്തിൽ വ്യത്യാസം. എല്ലാവർക്കും ഒരേ സ്വഭാവം ഉണ്ടായിരിക്കും, പക്ഷെ എന്താണ്, അതിന്റെ കൈൻഡ് വ്യത്യാസമായിരിക്കും. അങ്ങനെ കൈൻഡിൽ വ്യത്യാസം വരുമ്പോഴേ നമുക്ക് ഓരോരുത്തർക്ക് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, എല്ലാവരും ഒരേപോലെ ദേഷ്യം ആർക്കും കാണിക്കാൻ പറ്റില്ല, ഒരേപോലെ സ്നേഹം ആർക്കും കാണിക്കാൻ പറ്റില്ല. കാണിക്കുന്നതിന്റെ തരം വ്യത്യാസമായിരിക്കും. ഓക്കെ, all persons do have common human traits, but the amount of properties of such traits differ from one person that leads to uniqueness of personality and behavior. So the concept of individual difference means to quantitative difference found among individuals in respect of a specific trait or various trait. Okay, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തിനാണ് പറയുന്നത്? അതായത് എല്ലാ പേഴ്സൺസിനും എന്തുണ്ട്? കോമൺ ആയിട്ടുള്ള സ്വഭാവ സവിശേഷതകൾ ഉണ്ട് അല്ലെ, എല്ലാ മനുഷ്യനും. ഓക്കെ, പക്ഷെ നമ്മളത് കാണിക്കുന്നത് എങ്ങനെയാണ്?
എല്ലാവരും ഒരു യൂണിക്നെസ് ഉണ്ട്. യൂണിക് ആവാന്ന് പറഞ്ഞാൽ എല്ലാവരും അതുല്യരാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള വ്യത്യസ്തതകളുണ്ട് അല്ലെ. ഇപ്പൊ പല ഇമോഷൻസ് നമ്മൾ പല രീതിയിൽ കാണിക്കും. ഡിഫറെന്റ് ആയിട്ടുള്ള വേയിലാണ് നമ്മളത് ഫ്ലോ ചെയ്യുന്നത് അല്ലെ. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും യുണീക്ക് ആണ്, അതുല്യരാണെന്ന് പറയാൻ കാരണം എന്താണ്? നമ്മളിലുള്ള സ്വഭാവങ്ങളില് വ്യത്യസ്തത ഉള്ളത് കൊണ്ടാണ്. അതായത് ഒരേ സ്വഭാവമാണെങ്കിൽ പോലും എന്താണ്, ഒരേ ബിഹേവിയർ ആണെങ്കിൽ പോലും ബിഹേവിയറിൽ എന്തുണ്ട്? വ്യത്യസ്തതയുണ്ട്. ഓക്കെ, so the concept of individual difference means the quantitative difference from among individuals in the respect of a specific trait or various traits. Okay, എന്താണ് ഇവിടെ ക്വാണ്ടിറ്റേറ്റീവ് ഡിഫറൻസസ് എന്ന് ഉദ്ദേശിക്കുന്നത്? ക്വാണ്ടിറ്റേറ്റീവ് ഡിഫറൻസസ് ഇത് പറഞ്ഞ സെയിം കാര്യമാണ്. നമ്മൾ കാണിക്കുന്ന ഇമോഷന്റെ ക്വാണ്ടിറ്റിയിൽ എന്തുണ്ടാവും? വ്യത്യാസം ഉണ്ടാവും അല്ലെ. മനസ്സിലായോ പറഞ്ഞത്? ക്വാണ്ടിറ്റി എല്ലാവരും ഒരേപോലെ തന്നെ ഇരിക്കോ? കാണിക്കുന്ന ക്വാളിറ്റി അതിന്റെ എക്സാമ്പിൾ ആണോ? ഇപ്പൊ നമുക്ക് വിഷമം വരുവാണെങ്കിൽ നമ്മൾ ചിലവര് നന്നായിട്ട് ഉറക്കെ കരയും, ചിലവര് അങ്ങനെ ഉറക്കെ കരയത്തില്ല, മനസ്സിലടക്കി പിടിച്ചിരുന്നിട്ട് അങ്ങനെ. അതായിരിക്കുമോ ഈ ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുന്നത്? അതാണ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. നമ്മൾ കാണിക്കുന്ന ഇമോഷന്റെ മെഷർമെന്റ് ആണ്. ആ ക്വാണ്ടിറ്റിയിൽ ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ, അതായത് ഓരോരുത്തർക്കും സ്പെസിഫിക് ആയിട്ടുള്ള രീതിയിൽ പ്രത്യേകമായിട്ടുള്ളത് ഉണ്ടാവും, വേരിയസ് ആയിട്ടുള്ള രീതിയിലുള്ള ബിഹേവിയേഴ്സ് ഉണ്ടാവും. തന്നെയാണ് നമ്മുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. അതായത് പലരും പല കാര്യങ്ങളും പല ആംഗിളിൽ നോക്കി കാണുന്നവരാണ് അല്ലെ. ഇപ്പൊ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ നമ്മള് എന്താ പറയാ, എല്ലാവരും ഇപ്പൊ ഒരു ന്യൂസ് കണ്ടെന്ന് വിചാരിക്കാം. ഇപ്പൊ നമ്മുടെ ഈ അടുത്ത് നടന്ന പ്ലെയിൻ ക്രാഷ് എന്ന സംഭവത്തെ നമ്മൾ പലരും പല രീതിയിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ചിലർക്ക് വിഷമമാണ് വന്നത് അല്ലെ, ഇത്രയും പേര് മരിച്ചുപോയി. പക്ഷെ ചിലവരെന്താണ് പറഞ്ഞാൽ പോകുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ പ്ലെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ അവർ നല്ല രീതിയിൽ റീചെക്ക് ചെയ്യണമെന്ന്. അപ്പൊ അയാൾ വേറെ രീതിയിലാണ് ചിന്തിച്ചിരിക്കുന്നത്. പിന്നെ എന്താ പറയുന്നത്, ഓൾറെഡി ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായിരിക്കും എന്ന് നമ്മൾ നേരത്തെ തീരുമാനിച്ചില്ല, വേറൊരാൾ പറയാൻ കേട്ടോ. ഓക്കെ, അപ്പൊ ഓരോരുത്തരും ഓരോ കാര്യത്തെ നോക്കിക്കാണുന്നത് എങ്ങനെയാണ്? വേറെ രീതിയിലാണ്. എന്തുകൊണ്ടാണ് അവരങ്ങനെ വേറെ രീതി നോക്കിക്കാണുന്നത്? ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉള്ളത് കൊണ്ട്. ഓക്കെ, വ്യത്യാസം ഉള്ളത് കൊണ്ട് തന്നെ പലർക്കും പല രീതിയിലുള്ള സ്വഭാവ സവിശേഷതകളായിരിക്കും. ഒരാളിൽ നിന്ന് മറ്റൊരാളെ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്താണോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഇല്ലാതെ ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഇൻഡിവിജ്വലി വ്യത്യാസം ഇല്ലാത്ത ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഒരാളെ കാണാൻ പറ്റില്ല അല്ലെ, അങ്ങനെ ഒരാളില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ എന്തോ അത്ഭുത പ്രതിഭയായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും അമാനുഷികമായിട്ടുള്ള കഴിവുള്ള ആരെങ്കിലും ആയിരിക്കും. ഈ അമാനുഷിക കഴിവ് തന്നെ എന്താണ് നമ്മളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നില്ല അയാളെ. മാനസികമായിട്ട് അയാൾക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്നത് നമുക്ക് എന്താണത് പറ്റുന്നില്ല. അപ്പൊ നമ്മളിൽ നിന്ന് വ്യത്യസ്തനാണ് അയാൾ. അപ്പൊ ഒരാൾ എന്താണ് എന്തോ നെറ്റ് ഇഷ്യൂ ഉണ്ട്, ഇടയ്ക്ക് സ്റ്റക്ക് ആവുന്നുണ്ട്. സ്റ്റക്ക് ആവുന്നുണ്ടോ? എല്ലാവർക്കും ഒരേപോലെയാണോ? സ്റ്റക്ക് ആവുന്നുണ്ടോ എല്ലാവർക്കും? നോക്കട്ടെ, ചെറുതായിട്ടൊരു സ്റ്റക്കിംഗ് ഉണ്ട്. ഞാൻ ഈ ഫാൻ ഓഫ് ചെയ്താ കുഴപ്പമുണ്ടോ? എന്തെങ്കിലും ശബ്ദം വരുന്നതാണോ? ഇല്ലല്ലോ. ചെറിയ സ്റ്റക്ക് ആവുന്നുണ്ട്, ഫേസും സ്റ്റക്ക് ആവുന്നുണ്ട്. ഓക്കെ, നോക്കട്ടെ. ഇപ്പോഴോ കേൾക്കാമോ? ക്ലിയർ ആയിട്ട് കേൾക്കാമോ? കേൾക്കാം മിസ്. ഓക്കെ, ഞാൻ ഇത്ര നേരം പറഞ്ഞൊന്നും നിങ്ങൾ കേട്ടില്ല? കേൾക്കണ്ടായിരുന്നു മിസ്സേ, ഇടയ്ക്കിടയ്ക്ക് സ്റ്റെക്കായി പോകുന്നത്. ഓക്കെ, ഇൻഡിവിജ്വൽ ഡിഫറൻസിന്റെ ഫസ്റ്റ് നേച്ചർ ആണ് എന്താ? വൺ ഓഫ് ഡിഗ്രി ആൻഡ് നോട്ട് വൺ ഓഫ് കൈൻഡ് എന്ന് പറയുന്നത്. അതായത് ഓരോരുത്തരിലുള്ള വ്യത്യാസങ്ങളുടെ അളവ് ഒന്നായിരിക്കും, പക്ഷെ അത് തരത്തിൽ വ്യത്യസ്തമായിരിക്കും എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, അതാണ് ആദ്യത്തെ നേച്ചർ എന്ന് പറയുന്നത്. ഇതിൽ തന്നെ നമ്മള് ഈ വ്യത്യസ്തത എന്ന രീതിയിൽ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
അതായത് നമ്മളിപ്പോ ഈ അളവിൽ വ്യത്യാസമുണ്ട്, തരത്തിൽ ഒരേപോലെ, അളവിൽ ഒരേപോലെയാണ്, തരത്തിൽ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ എന്താണ് അതെങ്ങനെയാണെന്നാണ് ഇനി കാണിക്കാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ആദ്യം പഠിക്കുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ട്രെയിറ്റ്സ്. അതായത് എല്ലാവർക്കും നോർമൽ ആയിട്ട് കുറെ സ്വഭാവങ്ങളുണ്ട് അല്ലെ. നോർമൽ ആയിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള സ്വഭാവ സവിശേഷതകളുണ്ട്. അപ്പൊ അതിന്റെ സാധാരണ വിതരണം എങ്ങനെയെന്നാണ് ഇച്ചിരി ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം, എന്നാലും മനസ്സിലാവും. ഓക്കെ, all measures of traits that contribute to individual difference tend to distribute themselves as per the laws of normal probability curve. അതായത് നമ്മള് ഒരാളുടെ സ്വഭാവത്തിന്റെ സവിശേഷത നോർമൽ ആയിട്ട് ഒരാളെങ്ങനെയാണ് നോർമലി ബിഹേവ് ചെയ്യുന്നത് അത് അളക്കാൻ വേണ്ടിയിട്ട്, അത് മെഷർ ചെയ്യാൻ വേണ്ടി, അതൊരു സൈക്കോളജിക്കൽ ടെസ്റ്റ് ആണ് കേട്ടോ. നോർമൽ ആയിട്ടുള്ള ആളുടെ സ്വഭാവ സവിശേഷത അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു കർവിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പഠിക്കുന്നത്. കർവ് എന്താണെന്നറിയാലോ? കർവ് എന്തിനു വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? കർവുകള് വക്രം, വക്രം എന്ന് മലയാളത്തിൽ വേണ്ടിയിട്ടാണ്. യെസ്, മെഷർമെന്റ്സിന് വേണ്ടി ഉപയോഗിക്കുന്ന ടൂളാണ് അല്ലെ. പ്രത്യേകിച്ച് നമ്മൾ ഇവിടെ നോർമൽ പ്രോബബിലിറ്റി കർവ് എന്ന് പറയുന്നത് എന്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ഇൻഡിവിജ്വൽ ഡിഫറൻസസ്, വ്യക്തി വ്യത്യാസങ്ങൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോർമൽ പ്രോബബിലിറ്റി കർവിന്റെ ലോ അല്ലെങ്കിൽ അതിന്റെ നിയമങ്ങൾ പാലിക്കുന്നത്. അപ്പൊ അതെന്താണ് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഒരാളുടെ ഉയരം നോക്കും, ഹൈറ്റ് നോക്കും, അതേപോലെ ഇന്റലിജൻസ് നോക്കും, വെയിറ്റ്, അങ്ങനെയുള്ള അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ട്രൈറ്റുകൾ, അതായത് സ്വഭാവത്തിൽ ഉണ്ടാകുന്ന സവിശേഷത, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഒരാളുടെ സ്വഭാവത്തിന് നോർമൽ ആയിട്ട് നോക്കുന്നത്. ഓക്കെ, അതായത് ഇത്രയേ ഉള്ളൂ. ഇതൊരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റ് ആണ്. ഒരാളിലെ സ്വഭാവത്തിന്റെ സാധാരണ വിതരണം കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തപ്പെടുന്ന ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റ് ആണ്. അതില് ഇത് നമ്മൾ വരച്ചു വരുമ്പോൾ, അതായത് കർവ് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാലോ നമുക്ക്. 2 ആക്സിസ് ഉണ്ടാവും അല്ലെ, എക്സ് ആക്സിസും വൈ ആക്സിസും ഉണ്ടായിരിക്കും കർവില്. ഓക്കെ, കേൾക്കാൻ പറ്റുന്നില്ല അവരെ? ഇപ്പൊ ക്ലിയർ ആണ് മിസ്, ഇപ്പൊ ക്ലിയർ ആണ്. അല്ല, ഒന്ന് വേണമെങ്കിൽ ഒന്ന് ലെഫ്റ്റ് ആയിട്ട് ഒന്നും കൂടി കയറി നോക്കി. അങ്ങനെ ക്ലിയർ ആവാത്തവരെ ഒന്ന് ക്ലാസ് കട്ട് ചെയ്തിട്ടൊന്ന് കയറാം കേട്ടോ. ഒന്നും കൂടി റീജോയിൻ ചെയ്യാം. എന്താണ് മെബിയ, ഉറക്കം വരുന്നുണ്ടോ? ഇല്ല. മെബിയുടെ ക്യാമറ ഒന്ന് നന്നായിട്ട് തുടച്ചിടും. ഫോണിന്റെ ക്യാമറ നന്നായിട്ട് തുടക്കാം. ഭയങ്കര മഞ്ഞു പോലെ നിൽക്കുന്നുണ്ട്. ഇപ്പൊ വേണ്ട, ക്ലാസ് കഴിഞ്ഞ് ചെയ്താൽ മതി കേട്ടോ. ഈ കർവ് വരയ്ക്കുമ്പോ നമുക്കറിയാം ഗ്രാഫ് റെപ്രസെന്റേഷൻ ചെയ്യുമ്പോൾ എന്തോ ടച്ച് ആവണുണ്ടായിരുന്നു. എന്റെ ക്യാമറ പൊട്ടിയത്, അവിടെ പൊട്ടിയത് അറിഞ്ഞോണ്ടാ. അതുകൊണ്ടാ പക്ഷെ ഇപ്പൊ ഇച്ചിരി ക്ലിയർ ആയി മേബിയാ. ഇല്ല മിസ്, ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ട്. ക്ലിയർ ആയി. ക്യാമറ പൊട്ടിയിരിപ്പുണ്ടായിരുന്നു. അനുമോള് വന്നില്ലല്ലോ മിസ്, പോയിട്ട് വന്നാ? ഓക്കെ, കാണുന്നില്ല. എന്താ പറഞ്ഞത്? നോർമൽ പ്രോബബിലിറ്റി. അപ്പൊ നമുക്ക് ചെറിയ രീതിയിൽ പറഞ്ഞു കൊടുക്കാം, നല്ലത് മനസ്സിലാവുള്ളൂ. നമ്മൾ എങ്ങനെ ഗ്രാഫ് വരയ്ക്കുന്നത്? ഗ്രാഫ് വരയ്ക്കുന്നത് എങ്ങനെയാ? ആദ്യം നമ്മൾ ഒരു എക്സ് ആക്സിസും വൈ ആക്സിസും കൊടുത്തിട്ട് അതിൽ നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യും അല്ലെ. ഒന്നില്ലെങ്കിൽ 10, 20 അങ്ങനെയൊക്കെ പറഞ്ഞ, അല്ലെങ്കിൽ 1, 2 അങ്ങനെ അങ്ങനെ കൊടുക്കും അല്ലെ. യെസ്, ആ ഗ്രാഫ് നിങ്ങളുടെ മനസ്സിൽ വന്നോ? ഓക്കെ, ഇതിൽ നമ്മൾ ഓരോരുത്തരുടെ, അതായത് എന്താ പറയാ, സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഓരോ ഇൻഡിവിജ്വൽസിന്റെ. നമ്മളിപ്പോ കുറച്ച് ഇൻഡിവിജ്വൽസിന്റെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല കേട്ടോ. അതെന്താണെന്ന് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു തന്നെയാണ്, കേട്ടിരുന്നാൽ മതി. ഓക്കെ, അതായത് ബിഹേവിയർ പെർഫോമൻസ് അളക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് മെഷർ ചെയ്യാൻ പോകുന്നത്. ഒരാളുടെ ബിഹേവിയർ പെർഫോമൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്ന ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റ് ആണ് ഈ പ്രോബബിലിറ്റി കർവിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അതായത് ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരാള് മറ്റൊരാളിൽ നിന്ന് എത്രത്തോളം വ്യത്യസ്തനാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, യെസ്.
അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറച്ച് സൂചകങ്ങളുണ്ട്. അതായത് നമ്മൾ ഓരോന്നിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സ് പഠിച്ചിട്ടില്ല നിങ്ങള്. ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ക്വാളിറ്റി ഒക്കെ അറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സൂചകങ്ങളാണ്. ഓക്കെ, അപ്പൊ അത് വെച്ച് നോക്കിയിട്ടാണ് നമ്മൾ ഈ കർവ് വരക്കുന്നത്. അപ്പൊ കർവ് വരക്കുമ്പോൾ ആദ്യം ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നായിരിക്കും? ഒരു ഫസ്റ്റ് പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും അല്ലെ? അതായത് ഓരോരുത്തരുടെ ബിഹേവിയറിന് സെലക്ട് ചെയ്തിട്ട് ആളുടെ ഇന്റലിജൻസ് എങ്ങനെയാണ്, ആളുടെ വെയിറ്റ് എങ്ങനെയാണ്, അതേപോലെ തന്നെ മറ്റ് പേഴ്സണാലിറ്റി ട്രേറ്റ് എങ്ങനെയാന്നുള്ള ഒരു കോളത്തിൽ നിന്ന് ആ നമ്പർ ഓഫ് എണ്ണം എടുത്തിട്ട് എന്ത് ചെയ്യും? ഓരോന്ന് അടിസ്ഥാനത്തിൽ ഇപ്പൊ ഓരോരുത്തരുടെ എടുത്തിട്ട് എന്താണ് നമ്മൾ അതിങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്ത് എന്താണ് അത് വരച്ച് ഒരു ബെല്ലിന്റെ രൂപത്തിൽ അത് രൂപപ്പെടും. ബെൽ ഷേപ്പ് ആയിട്ട്. ബെല്ലിന്റെ ഷേപ്പ് കണ്ടിട്ടുണ്ടാവും? ബെൽ മണി യെസ്. അല്ലെങ്കിൽ സിമെട്രി എന്ന് പറഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾക്ക്. സിമെട്രിക്കൽ ഷേപ്പിന്റെ പ്രത്യേകത എന്താണ്? ഇരുവശങ്ങൾ എങ്ങനെയായിരിക്കും? ഒരേപോലെ അല്ലെ? സിമെട്രി മീൻസ് രണ്ട് സൈഡും ഒരേപോലെ ഇരിക്കുന്നത്. ഈ ഒരു ഷേപ്പിലായിരിക്കും എന്ത് വരുന്നത്? ഒരാളുടെ സ്വഭാവങ്ങള് അല്ലെങ്കിൽ അയാളുടെ ബിഹേവിയറില് നോർമൽ പെർഫോമൻസ് ആണ് അയാൾ ചെയ്യുന്നതെങ്കിൽ, അയാളുടെ വെയിറ്റും ഇന്റലിജൻസും മറ്റു പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ഒക്കെ നോർമൽ ആണെങ്കിൽ മാത്രമേ അത് എന്ത് ഷേപ്പായി വരുള്ളൂ? ബെൽ ഷേപ്പിൽ രൂപപ്പെടുള്ളൂ. ഓക്കെ, ബിഹേവിയറിൽ എന്തെങ്കിലും ഇൻഡിവിജ്വലി എന്തെങ്കിലും ആൾക്ക് മറ്റ് വ്യത്യാസങ്ങൾ കാണിക്കുകയാണെങ്കിൽ ഈ ഷേപ്പിൽ എന്തെങ്കിലും വ്യത്യാസം വരൂലേ? നമ്മൾ വരക്കുന്നതിനനുസരിച്ചിട്ട് അയാളുടെ ഇന്റലിജൻസിന്റെ വ്യത്യാസം ഉണ്ടാവും, പേഴ്സണാലിറ്റിയുടെ വ്യത്യാസം ഉണ്ടാവും. അതിനനുസരിച്ച് നോർമൽ പേഴ്സണാലിറ്റി, നോർമൽ ആയിട്ടുള്ള ബിഹേവിയർ അല്ലെങ്കിൽ വരക്കുന്നതിനനുസരിച്ച് എന്ത് വരും? ആ ഷേപ്പ് മാറി വരും. നോർമൽ ആയിട്ടുള്ള സ്വഭാവ വിതരണത്തിനെ കാണിക്കുന്നതാണ് എന്ത്? ബെൽ ഷേപ്പ് കർവ് അഥവാ സിമെട്രിക്കൽ ഷേപ്പ് കർവ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, മനസ്സിലായോ? യെസ്, ഞാൻ പിക്ചർ അതിന്റെ കാണിച്ചു തരട്ടെ. കർവ് ഒന്ന് കാണിച്ചു തരാം. സ്ക്രീനിൽ ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ കേട്ടോ. സ്ക്രീനിലൊന്നും ഷെയർ ആവില്ല. കാണിച്ചു തരാം. കാണാൻ പറ്റുന്നുണ്ട് നോക്കണേ. ഫോണിൽ കാണിക്കാം. ആണോ? ബ്ലാങ്ക് ആണോ? ഇല്ല മിസ്, കാണുന്നില്ല. ഭയങ്കര ലൈറ്റ് ആയിട്ട് തോന്നുന്നു. ലൈറ്റ് കാണിച്ചു തരാം. അതെ, വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ വരുമ്പോ നമുക്കത് കാണിക്കാൻ പറ്റില്ല. വൈറ്റ് ബ്ലാക്ക് തട്ടണം. ഒന്ന് നോക്കി കണ്ടോ? ഷേപ്പ് കണ്ടാൽ മതി നിങ്ങളൊന്ന്. ഇതാണ് ഒരു വ്യക്തിയുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ് എന്ന് പറയുന്നത്. അതായത് ആളുടെ വ്യക്തിയിൽ ഉണ്ടാകുന്ന സ്വഭാവ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ മെഷർ ചെയ്ത് വരുമ്പോ ഇതേപോലെ ബെൽ ഷേപ്പ് രൂപപ്പെട്ടാൽ മാത്രമാണ് എന്ത് വരുന്നത്? അയാളുടെ സ്വഭാവത്തില് നോർമൽ ആയിട്ടുള്ള സവിശേഷതകൾ മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇൻ കേസ് എന്തെങ്കിലും വ്യത്യസ്തമുള്ള സ്വഭാവങ്ങളുള്ള ആൾക്കാരാണെങ്കിലോ ഷേപ്പിൽ എന്ത് വ്യത്യാസം വരും? ബെൽ ഷേപ്പ് ആയിരിക്കും വരുന്നത്? അല്ല മിസ്, വ്യത്യാസം വരും. ചിലപ്പോ ഇന്റലിജൻസിൽ പൂവർ ആയിട്ടുള്ള ആൾക്കാരാവാം, മറ്റു സവിശേഷതകൾ ഇല്ലാത്തവരാവാം. അതിനനുസരിച്ച് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ എന്താണ് അതിന്റെ പോയിന്റ് കുറയും അല്ലെ? പോയിന്റ് കുറയുന്നതിനനുസരിച്ച് കർവിന്റെ ഷേപ്പിൽ എന്ത് വരും? വ്യത്യാസം വരും. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് മനസ്സിലാക്കിയാൽ മതി. ഒരാളുടെ ബിഹേവിയർ പെർഫോമൻസ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റ് ആണെന്ത്? അല്ലെങ്കിൽ നോർമൽ പ്രോബബിലിറ്റി കർവ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് കേട്ടോ. യെസ്, ബിഹേവിയറിന്റെ പെർഫോമൻസ് പ്രിഡിക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞത് ഒരു പ്രഡിക്ഷന്റെ ഭാഗമായിട്ട് നടക്കുന്നതാണ്. ഓക്കെ, യെസ്, ആരാണ് ചെയ്യുന്നത്? സൈക്കോളജിസ്റ്റുകളുടെ പഠനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ടെസ്റ്റുകളൊക്കെ രൂപപ്പെട്ടു വന്നിരിക്കുന്നത്. ഓക്കെ, ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്താണ് മനുഷ്യരിൽ ഉണ്ടാവുന്ന പല ബിഹേവിയറലായിട്ടുള്ള ടെൻഡൻസീസ് ഒക്കെ കണ്ടെത്താനായിട്ട് ഇത്തരം പഠനങ്ങൾ അല്ലെങ്കിൽ ഇത്തരം കർവ് വരക്കുന്നതിലൂടെ എന്താണ് ഇൻഡിവിജ്വലി പ്രയോറിറ്റീസ് കൊടുക്കുന്ന കുറെ ഡിപ്പാർട്ട്മെന്റ് വൈസ് ഉള്ള കുറെ ഭാഗങ്ങളുണ്ട്. അവർക്കൊക്കെ ഏറ്റവും കൂടുതൽ പ്രയോജനമാകുന്നത് ഈ ഒരു കർവിന്റെ അടിസ്ഥാനത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ മെന്റലിസ്റ്റുകള്, സൈക്കോളജി അല്ലാതെ തന്നെ മറ്റു ഡിപ്പാർട്ട്മെന്റ്സ് വരുന്നവർക്ക് എന്താണ് ഇൻഡിവിജ്വൽ ബിഹേവിയറുമായി ഡീൽ ചെയ്യുന്ന കുറെ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അവർക്കൊക്കെ എന്താണ് അവർ ഏറ്റവും കൂടുതൽ ഇത്തരം ഒരു കർവിന്റെ അടിസ്ഥാനത്തിലാണ് ഇൻഡിവിജ്വൽസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്.
ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് വലിയ ഭാഗങ്ങളാണ്, നമുക്ക് പഠിക്കാനില്ല. നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. എന്താണ് നോർമൽ പ്രോബബിലിറ്റി കർവ് എന്ന് മാത്രം ഒന്ന് അറിഞ്ഞിരിക്കാൻ കേട്ടോ. ഇനി മാത്രമല്ല, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞല്ലോ എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഡിഫറൻസ് കണ്ടെത്താൻ. ഓക്കെ. മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താണ്? നമ്മൾ ഒരാളുടെ മാത്രമാണ് എടുക്കുന്നത്. ഒരാള് മറ്റൊരാളിൽ നിന്ന് എത്രത്തോളം വ്യത്യസ്തനാണെന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് കേട്ടോ. ഇതൊന്ന് എഴുതി വെക്കണം കേട്ടോ, നോട്ട് ചെയ്യണേ. ഒരാള് മറ്റൊരാളിൽ നിന്ന് എത്രത്തോളം വ്യത്യസ്തനാണെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ. നമുക്ക് ബോർഡൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇതിങ്ങനെ മെഷർ ചെയ്യുന്നതൊക്കെ വരച്ച് കാണിക്കുകയൊക്കെ ചെയ്യാമായിരുന്നു. നല്ല രസമാണത് ചെയ്യാനായിട്ട്. പക്ഷെ ഇച്ചിരി അതിന്റെ ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് കേട്ടോ. ഓക്കെ. അപ്പൊ ഒരാൾ നെക്സ്റ്റ് വരുന്ന എന്താണ്? ഇൻഡിവിജ്വൽ ഡിഫറൻസിന്റെ നെക്സ്റ്റ് നേച്ചർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ. നമുക്ക് എന്ത് ബിഹേവിയർ ഉണ്ട്, നമുക്ക് എന്ത് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ട്? ഇന്റർ ബിഹേവിയർ ഉണ്ട്, ഇൻട്രാ ബിഹേവിയർ ഉണ്ട് നമുക്ക് അല്ലെ. യെസ്. എന്താണ് ഇന്റർ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുന്നത്? ഇന്റർ ആദ്യം അത് നോക്കാം കേട്ടോ. ഇന്റർ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്താണ്? ഇന്റർ മീൻസ് അകത്തുള്ളത് ആണോ മിസ്സേ? ഇതിനാണോ ഇതിനാണോ ഉദ്ദേശിച്ചത്? ഉള്ളിലുള്ള സംഭവം. അതെ, ഇന്റർ എന്ന് പറഞ്ഞാൽ ഉള്ളിലെന്നല്ലേ, അകത്തുനിന്നല്ലേ അർത്ഥം വരുന്നത്? ഇൻട്ര എന്ന് പറയുമ്പോഴോ? വ്യക്തികൾക്കിടയിലും അല്ല, ഇന്റർ എന്ന് പറഞ്ഞാ രണ്ടു പേര് തമ്മിലുള്ളത്, ഇൻട്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലുള്ളത്. വെരി ഗുഡ്, വെരി ഗുഡ്. വ്യക്തിക്കുള്ളിലും. വ്യക്തിക്കുള്ളിൽ. അപ്പൊ ഇന്റർ എന്ന് പറയുമ്പോ എന്താണ്? രണ്ട് വ്യക്തികളുടെ വ്യത്യാസമാണ് അല്ലെ. അതായത് ഒരാൾക്ക് ഇത്ര ഉള്ളൂ, സിമ്പിൾ. ഒരാൾക്ക് മാത്തമാറ്റിക്കലി കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ മറ്റൊരാൾക്ക് എന്താണ്? മാത്തമാറ്റിക്കലി പറ്റില്ല, പക്ഷെ ആൾക്ക് ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റുള്ളൂ. ഓക്കെ. അതാണ് അവർ തമ്മിൽ വ്യത്യസ്തമാക്കുന്നത്. യെസ്. അപ്പൊ ഇവിടെ മനസ്സിലാക്കുന്ന വേറെ കാര്യം എന്താണ്? അയാൾക്ക് മാത്തമാറ്റിക്കലി ഇപ്പൊ എ എന്ന വ്യക്തിക്ക് മാത്സ് ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. ഇപ്പൊ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ആരാണ്? എ എന്ന വ്യക്തിയാണ്. ബിക്ക് എന്താണ്? ബിക്ക് മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു കപ്പാസിറ്റിയിലെ ആൾ എന്താണ് ചെയ്യുന്നത്? ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പുതിയ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ അവരെ തമ്മിൽ വ്യത്യസ്തമാക്കുന്നത് അവരുടെ സ്കില്ലല്ലേ? സ്കില്ല് മാത്രമാണ്, ഇന്റലിജൻസ് ആണ് അവിടെ വ്യത്യസ്തമാക്കുന്നത്. അതായത് നമുക്ക് എല്ലാവർക്കും പല ഇന്റലിജൻസ് ഉണ്ട്, നമ്മളത് പഠിക്കും ഡീറ്റെയിൽ ആയിട്ട്. മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് ഉണ്ട്, മ്യൂസിക്കൽ ഇന്റലിജൻസ് ഉണ്ട്, ആർട്ട് ഇന്റലിജൻസ് ഉണ്ട്, ഇൻട്രാ പേഴ്സണൽ ഇന്റലിജൻസ് ഉണ്ട്, ഇന്റർ പേഴ്സണൽ ഇന്റലിജൻസ് ഉണ്ട്, ബോഡി കൈനസ്റ്റിക് ഇന്റലിജൻസ് ഉണ്ട്. ബോഡി കൈനസ്റ്റിക് ഇന്റലിജൻസ് ഉള്ളവരാണ് നമ്മുടെ കായിക താരങ്ങളൊക്കെ ഉള്ളത്. നമുക്ക് സ്പോർട്സ് താരങ്ങള് നമുക്ക് എല്ലാവർക്കും സ്പോർട്സ് താരങ്ങൾ പെർഫോം ചെയ്യുന്നവർ പെർഫോം ചെയ്യാൻ പറ്റാറുണ്ടോ? എല്ലാവർക്കും ഇല്ല. യെസ്. എന്തുകൊണ്ടാണ്? നമ്മുടെ ഇന്റലിജൻസ് വ്യത്യാസമാണ് അല്ലെ. യെസ്. ചിലവർ ഇപ്പൊ മ്യൂസിക്കൽ കോമ്പറ്റീഷൻ, ഇപ്പൊ നമ്മുടെ ചിത്ര ചേച്ചി, യേശുദാസ് ഒക്കെ എന്താണ്, അവർക്ക് ഏത് തരം ഇന്റലിജൻസ് ആണ് വർക്ക്ഔട്ട് ആവുന്നത്? മ്യൂസിക്കൽ ഇന്റലിജൻസ് ആണ്. യെസ്. ഓക്കെ. അതേപോലെ നമ്മുടെ ആക്ടേഴ്സിനൊക്കെ എന്താണ്? ആർട്ടിസ്റ്റിക് ഇന്റലിജൻസ്. യെസ്. അപ്പൊ ഓരോരുത്തർക്കും അതേപോലെ തന്നെ നമ്മുടെ നേച്ചർ ഇന്റലിജൻസ് ഉള്ളവരാണ് എന്തില് പ്രഗത്ഭരായിരിക്കുന്നത്? നേച്ചർ ഇന്റലിജൻസ് ഉള്ളവര് അല്ല, എന്തായിട്ടായിരിക്കും? എങ്ങനെയുള്ള ആൾക്കാരായിരിക്കും നേച്ചർ ഇന്റലിജൻസ് ഉള്ളത്? സയന്റിസ്റ്റുകൾ വരാം, അല്ലാതെ തന്നെ വേറൊരു വ്യക്തികളുണ്ട്. കവികൾക്കാണ് ആർട്ടിസ്റ്റിക് ആൻഡ് ടാലന്റഡ് ആയിട്ടുള്ള ഇന്റലിജൻസ് വരുന്നത്. പാരിസ്ഥിതിക ശാസ്ത്രജ്ഞർ. എൻവിറോൺമെന്റ് ആണോ? അല്ല, ഇത്ര വേണ്ട. പാരിസ്ഥിതിക ശാസ്ത്രജ്ഞരോടൊന്നും പോണ്ട. അപ്പൊ ഞാൻ വേറൊരു കാര്യം ചോദിക്കാം, അതവിടെ നിൽക്കട്ടെ. ടെക്നിക്കൽ ഇന്റലിജൻസ് ഉള്ളവർക്ക് ഏത് ടൈപ്പ് ഓഫ് ജോലികളായിരുന്നു ചെയ്യുന്നത്? ടെക്നിക്കൽ ഇന്റലിജൻസ് ഉള്ളവര് അവരാണ് എഞ്ചിനീയർമാരായിട്ട് അല്ലെങ്കിൽ ടെക്നിക്കൽ ആയിട്ടുള്ള വർക്ക്. കമ്പ്യൂട്ടർ എന്താണ്? എഞ്ചിനീയറിംഗ്. യെസ്. അത്തരത്തിൽ ടെക് മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് എന്താണ്? ടെക്നിക്കൽ ആയിട്ട് ഇന്റലിജൻസ് കൂടുതൽ വരാം.
ഇവിടെ ഒന്നുകൂടി നിങ്ങൾ ആലോചിക്കുക, നേച്ചർ ഇന്റലിജൻസ് ഉള്ളവർ ആർക്കായിരിക്കും? നമ്മുടെ മനുഷ്യഗണത്തിൽ തന്നെ കുറച്ച് വ്യത്യസ്തരാണ്. കൃഷിക്കാരാണോ? കർഷകരോ? കർഷകരോ? അവർക്ക് കർഷകരല്ല മിസ്. ആരാണ്? കർഷകരല്ല. കർഷകരല്ല. അപ്പൊ ഇച്ചിരി കൂടിയ ആൾക്കാരാണ്. നിങ്ങൾ ഏറ്റവും ലോ ഉള്ള ആൾക്കാരെ പറഞ്ഞത്. ലോ മീൻസ് കർഷകർ വലിയ ലോ എന്നല്ല, പക്ഷെ എന്താണ് വ്യത്യസ്തരാണ് അവര്. നമ്മുടെ ഈ ജ്ഞാനികള് അല്ലെങ്കിൽ നമ്മുടെ ഈ മിക്കന്മാര് സന്യാസി കാറ്റഗറിയിലേക്ക് വരുന്ന ആൾക്കാരില്ലേ, അതായത് എക്സ്ട്രാ പെർസെപ്ഷൻ ഉള്ള ആൾക്കാരാണ് നേച്ചർ ഇന്റലിജൻസ് ഉള്ളവര്. അതായത് അവർക്ക് ഭൂമിയിൽ നിന്ന് പല കാര്യങ്ങളും കണ്ടെത്താനും കണ്ടുപിടിക്കാനൊക്കെ കഴിയുന്ന ടീമുകളാണ്. മനസ്സിലായോ? അതായത് ചിലപ്പോ ഇവിടെ ഇരുന്ന് ഇരിപ്പിനെ നോക്കിയിട്ട് മുകളിൽ എന്തൊക്കെയുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും നമ്മുടെ സൈക്കോളജിസ്റ്റുകളെ അല്ലെ, സൈക്കോളജിസ്റ്റുകൾ നമുക്ക് ഈ ഒരു കാറ്റഗറി പെടുത്താൻ പറ്റും അല്ലെ. ഉള്ളത് ഇല്ലാത്തതൊക്കെ ആയിട്ട് ഇത് പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യത്തിലേക്ക് ഞാൻ ചോദിക്കാൻ വരുന്നത്. അത് പഠിച്ചു കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ ഓരോരുത്തരുടെ ഇന്റലിജൻസ് ബേസിൽ എന്താണ് നമ്മൾ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആരുടെയൊക്കെയാണ് അധികം മാത്സ് ഇഷ്ടമല്ലാത്തത്? മാത്സ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണ്? കുട്ടികളുടെ മാത്സ് ഇഷ്ടമാണ്. കൊച്ചു പിള്ളേരുടെ മാത്സ് ഇഷ്ടമാണ്. ഇഷ്ടമുള്ളത് ആരാണ് ഇപ്പൊ പറഞ്ഞത്? മിസ് കൊച്ചു കുട്ടികളുടെ മാത്സ് ഇഷ്ടമാണ്. അതായത് പ്ലസ് ചെയ്യാൻ മൈനസ് ചെയ്യാൻ അതൊക്കെ ഇപ്പൊ ഇഷ്ടമാണ്. ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ ജയശ്രീക്ക് മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് കുറവാണ് അല്ലെ? ആണ്, കുറവാണ്. അതുകൊണ്ടാണ് താല്പര്യം ഇല്ലാത്തത് കേട്ടോ. നമുക്ക് ആ ഇന്റലിജൻസ് ഉണ്ടെങ്കിൽ നമുക്കത് പഠിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മുടെ കുറ്റം കുറവല്ല. അനുവിന് ഇല്ല, അനുവിനും ഇഷ്ടമല്ല. അപ്പൊ അനുവിന് എന്താണ് ഇല്ലാത്തത്? ഇഷ്ടമല്ലാത്തത് എന്താണ്? നമുക്ക് ആ ഇന്റലിജൻസ് ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് പഠിക്കാൻ പറ്റാത്തത്. അല്ലാതെ നമുക്ക് കണക്കിൽ മോശമായതല്ല. സത്യം പറയുന്നത് മിസ് പരിശ്രമിച്ചിട്ടില്ല. സമയത്ത് നമുക്ക് അറിയില്ലായിരുന്നു അല്ലെ, നമ്മൾ എന്തുകൊണ്ടാണ് മാത്സ് എത്ര ചെയ്തിട്ട് മനസ്സിലാക്കാൻ പറ്റാത്തതെന്ന് നമുക്ക് മനസ്സിലായിരുന്നില്ല. അത്രയും പേര് വന്നിട്ടില്ല അല്ലെ. എന്തുകൊണ്ടാണ്? ഓരോരുത്തർക്കും സ്പെഷ്യലൈസ്ഡ് ചെയ്തിരിക്കുന്ന ഇൻഡിവിജ്വൽസ് ആണുള്ളത് അല്ലെ. അപ്പൊ മാത്സില് നിങ്ങൾക്ക് ചിലപ്പോൾ മാത്സിൽ മാർക്ക് കുറവായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് മലയാളത്തിലും ബാക്കിയുള്ള സബ്ജക്റ്റിലും അല്ലെങ്കിൽ ലാംഗ്വേജിലൊക്കെ എന്താണ് നല്ല മാർക്ക് നിങ്ങൾ വാങ്ങിക്കാറുണ്ട്. എന്താണ്? നിങ്ങൾക്ക് ആ ഏരിയയിലാണ് നിങ്ങൾക്ക് എന്തുള്ളത്? ബുദ്ധി ഉള്ളത്. ഈ ഏരിയയിൽ ബുദ്ധി ഇല്ല എന്നല്ല, ഇന്റലിജൻസ് നിങ്ങൾക്ക് അവിടെ വർക്ക് ആവില്ല. ഇത് ലാസ്റ്റ് ഭാഗം ആകുമ്പോഴേക്ക് എന്താണ് ഇതിന്റെ ഡിഫറൻസ് എന്ന് നിങ്ങൾ കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് മനസ്സിലാവും കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്റർ എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ളതാണ് അല്ലെ. ഇൻട്ര എന്ന് പറയുമ്പോഴോ ഒരു വ്യക്തി. ഇൻട്ര എന്ന് പറയുന്നത് വ്യക്തിക്കുള്ളിലും വ്യക്തിക്കിടയിലും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി. ഇന്റർ മനസ്സിലായി. ഇന്റർ എന്താണ്? ഇൻട്ര എന്താണ്? വ്യക്തിക്കുള്ളിലുള്ള ആണോ? അത് നമ്മുടെ ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള ഓരോ, അതായത് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ ഓരോ സാഹചര്യം ഒരു വ്യക്തിയുടെ ഉള്ളില് വ്യത്യസ്തമായ പെരുമാറ്റങ്ങളല്ല ഉണ്ടായിരിക്കുക. ഇപ്പം ഓരോ സാഹചര്യങ്ങൾക്ക് ആ വ്യക്തിയുടെ പെരുമാറ്റങ്ങൾ വ്യത്യസ്തമല്ലേ ഉണ്ടായിരിക്കുക. അപ്പൊ ഒരു വ്യക്തിയുടെ ഉള്ളിലത്തെ കാര്യങ്ങളാണത്. ഇന്റർ എന്ന് പറഞ്ഞാൽ രണ്ട് പേരുടെ ഇടയിലുള്ളത്. ഓക്കെ, അപ്പൊ ഇൻട്ര എന്ന് പറയുന്നതോ വ്യക്തിക്ക് ഉള്ളിലുള്ളത് അല്ലേ? ഉറപ്പാണല്ലോ? അതെ, ഉറപ്പാണോ? ആരെങ്കിലും ഇതിനെ വിയോജിക്കുന്നുണ്ടോ? ആരുമില്ലേ? ആരുമില്ലേ? ഇപ്പൊ ഇൻട്രാ ഇൻഡിവിജ്വൽ ഡിഫറൻസിലെ ഒരു എക്സാമ്പിൾ ഒന്ന് പറയാൻ പറ്റും നിങ്ങൾക്ക്? മറ്റേതിൽ നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞു, അതേപോലെ ഇതിലൊന്ന് പറഞ്ഞു നോക്കിയേ. എന്താണ് ഒരു വ്യക്തിക്കുള്ളിലെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുന്നത്? ആലോചിക്കേ, പല പുകഞ്ഞങ്ങ് ആലോചിക്കാം. അർച്ചന, നബിയ, ഭൂമിക, നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്കൊന്ന് നോക്ക്. അതെങ്ങനെ നോക്കണേന്ന് അല്ലേ? അതായത് മിസ്സേ, എനിക്ക് തോന്നുന്നു അതായത് രണ്ട് വ്യക്തികൾക്ക് ഒരേപോലത്തെ പ്രശ്നം വന്നു. പക്ഷെ ഞാൻ അതിനെ സ്വീകരിക്കുന്നതോ അല്ലെങ്കിൽ എന്റെ മനസ്സിലുള്ള പോലെ ആയിരിക്കില്ലല്ലോ ആള്. അതായത് ഇപ്പൊ നമ്മള് ഡിഫൻസ് മെക്കാനിസം ഒക്കെ പറയുന്ന പോലെ ഞാൻ അതിനെ നേരിടുന്ന പോലെ ആയിരിക്കില്ലല്ലോ വേറെ ആൾ അതിനെ ഇതാക്കുന്നേ.
അപ്പൊ ആ ഒരു അങ്ങനെ വരില്ലേ? ടീച്ചർ ചോദിക്കുന്നത് ഇത്രയും ഉള്ള ആൻസർ ആണ്. ഒരു വ്യക്തിക്കുള്ളിലെ പ്രധാന വ്യത്യാസം എന്താണ്? ഒരാളുടെ ഉള്ളിലുള്ള വ്യത്യാസം എന്താണ്? വ്യത്യാസം എന്തെങ്കിലും ഉണ്ടാവും? എന്ത്? നമുക്ക് പല കാര്യം നമ്മള് ഋതിയെ പറഞ്ഞത് ഏകദേശം കറക്റ്റ് ആണ്. അതായത് നമുക്ക് നമ്മള് പല കാര്യങ്ങളും പല രീതിയിലല്ല അപ്രോച്ച് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഋതി ഒരു പാട്ട് കേട്ടു, ഋതിയേക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. ഒരു പാട്ട്, സാധാരണ ഒരു പാട്ട് അല്ലെ? പക്ഷെ അർച്ചന ആ പാട്ട് കേട്ടപ്പോ അർച്ചന അത് അങ്ങോട്ട് ഉൾക്കൊണ്ടു. അർച്ചനക്ക് അതങ്ങ് ഭയങ്കര ഇഷ്ടം. അർച്ചന അത് പാടിക്കൊണ്ട് കിടക്കുകയാണ്. ഓക്കെ, അപ്പൊ ഒരു പാട്ട് തന്നെ രണ്ടുപേര് കേട്ടിരിക്കുന്നത്. പക്ഷെ എന്താണ്, നിങ്ങൾ ഉള്ളിലേക്ക് എടുത്തിരിക്കുന്ന അളവ് വ്യത്യാസമല്ലേ? യെസ്, അതാണ് നിങ്ങൾ തമ്മിലുള്ള ഇൻട്രാ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ഇനി അതേപോലെ തന്നെ ചിലപ്പോ എന്തെങ്കിലും പ്രശ്നം വരുമ്പോ ലുതിയൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, ലുതി ആദ്യം എന്താ ചെയ്യാറ്? എന്തെങ്കിലും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ വരുന്ന സമയത്ത് ലുതി ആദ്യം എന്ത് ചെയ്യും? എനിക്ക് നല്ല വിഷമമുള്ള വല്ല പ്രശ്നങ്ങളാണെങ്കിൽ ആദ്യം ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യാം. എന്തെങ്കിലും ഒരു നമുക്ക് എന്തെങ്കിലും ഒരു എങ്ങനെ അതിനെ നമുക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളുകൾ നമ്മൾ പറയുകയും ചെയ്യും, അതുപോലെ പ്രാർത്ഥിക്കുകയും ചെയ്യും. എന്തെങ്കിലും ഒരു വഴി കിട്ടാൻ അങ്ങനെയാ ചെയ്യാം. അതിന് എന്താ ചെയ്യാറ്? വിഷമമുള്ള കാര്യം വന്നാൽ ആദ്യമേ കരയോ മിസ്സേ ചെയ്യാറ്. പിന്നെ അതിനെ കുറിച്ച് ചിന്തിക്കും, അത് മറികടക്കാനുള്ള മാർഗം എന്താന്ന് ചിന്തിച്ച് അങ്ങനെ ഒരു തീരുമാനം എടുക്കും. അങ്ങനെ ചെയ്യാറ്. ലുതിയെ പറഞ്ഞ പോലെ പ്രാർത്ഥിക്കാറില്ലല്ലോ. ഫസ്റ്റ് ഓഫ് ഓൾ പ്രാർത്ഥന എന്നല്ല ചെയ്യുന്നത്. അല്ല അല്ല അല്ല, നബി ഗോപിക എന്താ ചെയ്യുന്നത്? മിസ്സേ ഞാനും എനിക്ക് വിഷമമുള്ള കാര്യമാണെങ്കിൽ ഞാനും കരഞ്ഞിട്ടേ ഉള്ളൂ മിസ്സേ ആദ്യം. പിന്നീട് കരച്ചിലിന് ശേഷം ഞാൻ ദൈവത്തിനോട് ചോദിക്കും, അത്രേ ഉള്ളൂ. എന്താണ് എനിക്ക് ഇത്രയും വിഷമം? പിന്നെ അതിനെ സോൾവ് ചെയ്യാനുള്ള കണ്ടെത്തും. മിസ് പണ്ടാണെങ്കിൽ കരയും, ഇപ്പൊ അതിനെതിരെ അതിന്റെ ഇത് പറയും. അതായത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം അങ്ങനെ കരയൂല മിസ്. പണ്ടെന്ന് വെച്ചാല് ഒന്നും അങ്ങനെ ബോൾഡായിട്ട് എന്ത് കേട്ടാലും പെട്ടെന്ന് കരയും. പെട്ടെന്ന് എന്തെങ്കിലും നെഗറ്റീവായി പണ്ട് മുതലേ ഇപ്പൊ ഏത് പ്രായമാണോ ആ പ്രായം വരെ തനിക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ട്? വ്യത്യാസങ്ങൾ വന്നാണ് ഈ ഒരു അവസ്ഥയിൽ എത്തിയിരിക്കുന്നത് അല്ലെ? അപ്പൊ ഓരോരുത്തർക്കും എന്താണ് അവരുടേതായിട്ടുള്ള ഉള്ളില് പലവിധ സ്വഭാവങ്ങളാണ്. ഓക്കെ, പലരും ഇപ്പൊ ഒരേ പ്രശ്നം തന്നെ വന്നാൽ ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് എന്താ പ്രശ്നം വന്നത്, നിങ്ങൾ പലരും പല രീതിയിലായിരിക്കും അത് ചിന്തിക്കുന്നത്. പല രീതിയിൽ ചിന്തിച്ചതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അതിന്റെ സൊല്യൂഷൻ നിങ്ങൾ കൊടുക്കുന്നത്. പക്ഷെ സൊല്യൂഷൻ കൊടുക്കുമ്പോഴും എല്ലാവരും പല പല സൊല്യൂഷൻ അല്ലേ പറയുന്നത്. അങ്ങനെ ചെയ്താൽ പോലെ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്താൽ പോലെ. ശരിയാണ്, 100 പേർക്കും 100 അഭിപ്രായങ്ങളായിരിക്കും. അതെ, പക്ഷെ എന്താണ്, നമുക്ക് സിമിലാരിറ്റീസ് ഉണ്ടാവാറില്ലേ? വ്യത്യസ്തത ഉണ്ടെങ്കിലും ചില കാര്യങ്ങൾ നമുക്ക് സിമിലർ ആയിട്ട് നമ്മൾ പറയാറുണ്ട് അല്ലെ? സെയിം ആയിട്ടുള്ള ചില രീതിയിൽ നമ്മുടെ ബിഹേവിയേഴ്സ് കാണിക്കാറുണ്ട്. ഇല്ല എന്ന് പറയാൻ പറ്റില്ല അല്ലെ? എന്നാലും ആ കാണിക്കുന്ന സിമിലാരിറ്റിയിൽ കുറച്ച് വ്യത്യസ്തത ഉണ്ടാവും. ഒരേപോലെയാണെന്ന് നമുക്ക് തോന്നുമെങ്കിൽ ചിലപ്പോ ഒരേപോലത്തെ വാക്കുകൾ സംസാരിച്ചിരിക്കാം. ചിലപ്പോൾ ആ വാക്ക് പറയുന്നതിന്റെ ആ ടോൺ വ്യത്യാസം ഉണ്ടായിരിക്കും. ഒരേ വാക്ക് തന്നെ ആയിരിക്കും, പറയുന്ന ടോൺ വ്യത്യാസം ഉണ്ടായിരിക്കും. ഉപയോഗിക്കുന്ന അക്ഷരത്തിൽ ചിലപ്പോൾ എന്താണ്, ഫസ്റ്റ് ഉപയോഗിക്കുന്ന ലെറ്റേഴ്സിന് കുറച്ച് സ്ട്രെസ് കൊടുക്കും, കാരണം ടോൺ വ്യത്യാസമാവെന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ഇൻഡിവിജ്വലി, അതായത് ഇൻട്രാ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഡിഫറൻസസ് ആണ്. നമ്മൾ ഓരോ കാര്യങ്ങളിലും നമ്മളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളാണ്. അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രശ്നത്തെ നോക്കി കാണുന്നത്, നമ്മളുടെ പേഴ്സണൽ ലൈഫിൽ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണ് ആൻ ഇൻഡിവിജ്വൽ എന്ന രീതിയിലാണ് നിങ്ങൾ അതിനെ അംഗീകരിക്കുന്നത്. ഓക്കെ, മറ്റതെന്താണ്, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു സിമിലാരിറ്റി അല്ലെങ്കിൽ ഡിഫറൻസസ് ആണ് അവിടെ പറയുന്നത് അല്ലെ? അപ്പൊ ഒരു എക്സാമ്പിൾ ഒന്ന് ഓർത്ത് വെക്കണം. ഇന്റർ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞില്ലേ? എ എന്ന വ്യക്തിക്ക് മാത്തമാറ്റിക്കലി ഇൻട്രസ്റ്റഡ് ആണ്, പക്ഷെ ബി എന്ന വ്യക്തി എന്താണ്, മാത്തമാറ്റിക്കലി ഇൻട്രസ്റ്റഡ് അല്ല, ആൾക്ക് എന്താണ് ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് ആൾക്ക് താല്പര്യമുള്ളത്. ഓക്കെ, അങ്ങനെ എക്സാമ്പിൾ സഹിതം ഒന്ന് പഠിക്കാനായിട്ട് മനസ്സിലാക്കാം. ഓക്കെ മിസ്, ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ മിസ്? നമുക്ക് ഇങ്ങനെ മാത്സിന് ഇഷ്ടമാണ് താനും, ഇപ്പൊ വരയ്ക്കാനുള്ള കഴിവുണ്ട് താനും, അപ്പൊ എന്തായിരിക്കും? അതായത് മാത്സ് നന്നായിട്ട് ഇന്റലിജൻസിലെ നമ്മള് ഏകദേശം ഒരു 140 വരെയാണ് നമ്മുടെ എന്താ പറയാ ഏറ്റവും കൂടിയ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. 140. ഓക്കെ,
അതിനെ തന്നെ നമ്മൾ പല കാറ്റഗറീസ് ആയിട്ട് നോക്കും. ഓക്കെ, പല കാറ്റഗറീസ് നോക്കുമ്പോൾ എന്ന് വെച്ചാൽ പലർക്കും പല അളവിൽ വരും. അതായത് നമുക്ക് ഒട്ടും ടാലന്റഡ് ഇല്ലെന്നല്ല പറയുന്നത്, ഒട്ടും മന്ദബുദ്ധികളല്ല. മന്ദബുദ്ധികൾ എന്ന് പറയുന്നത് ബിലോ ഇന്റലിജൻസ് 25 താഴെയുള്ള ആൾക്കാരാണ്. അല്ലെങ്കിൽ അവർക്ക് ഞാൻ പഠിപ്പിച്ചു തരാവുന്നുള്ളൂ. അതിന്റെ എത്രയൊക്കെ മുമ്പാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോ അളവിൽ ആ ഇന്റലിജൻസ് കണക്ക് നോക്കുന്ന സമയത്ത് നമ്മളത് മെഷർമെന്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മാനസിക സോറി അതൊന്നും എത്താറായിട്ടില്ല, അതുകൊണ്ട് എനിക്ക് പറഞ്ഞു തന്നാൽ മനസ്സിലാവില്ല. ലാസ്റ്റ് പഠിക്കുന്നുണ്ടല്ലോ, ഈ ഭാഗത്താണ് നമ്മളത് പഠിക്കാൻ പോകുന്നത് കേട്ടോ. IQ ഈ ഒരു ഭാഗത്താണ് നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് കേട്ടോ. അതായത് നമ്മള് IQ ബേസിസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഇഡിയറ്റ് എന്ന, ഇൻവിസിബിൾ എന്ന, നമ്മള് മൂടന്മാര്, മന്ദബുദ്ധികള്, നിഷ്കളങ്കർ എന്നൊക്കെ പറഞ്ഞ കാറ്റഗറീസിനെ കണ്ടിട്ടില്ലേ? അവരുടെ ഇന്റലിജൻസ് എത്രത്തോളാണ്, അതിന്റെ അളവ്, അതാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. അത് പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ ഞാനത് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, നിങ്ങളെല്ലാവരും ഒരു എബവ് ആവറേജ് ഉള്ള കുട്ടികളായിരിക്കും നിങ്ങളെല്ലാവരും കേട്ടോ. ഇന്റലിജൻസിൽ എബവ് ആവറേജ് ആയിരിക്കും നിങ്ങളെല്ലാവരും. അതായത് 19 എബവ് ആണ് അതിന്റെ മെഷർമെന്റ് വരുന്നത്. എടോ ഒന്ന് മ്യൂട്ട് ചെയ്യാവോളോ നിന്റി? ഓക്കെ, അതൊക്കെ ആ ഒരു ക്ലാസ് എത്തുമ്പോഴേക്കും ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചു തരാം കേട്ടോ. നമുക്ക് IQ കാണാൻ പഠിക്കണ്ടേ? IQ എങ്ങനെ കണ്ടുപിടിക്കണ്ടെന്ന് പഠിക്കണ്ടേ? ഇക്വേഷൻ ഒക്കെ ഉണ്ട്, പഠിക്കാനുണ്ട്. മാത്സ് ആണ് അത് കംപ്ലീറ്റ്. ഞാൻ പഠിപ്പിച്ചു തരാം കേട്ടോ. അത് എളുപ്പമുള്ളൂ, സിമ്പിൾ ആണ്. നമ്മൾ ഏറ്റവും കടികട്ടിയുള്ള കാര്യങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കുന്നല്ലോ, പിന്നെയാണ് ഇക്വേഷൻ പഠിക്കാനായിട്ട്. ഇതൊന്നും പറയാതെ അതിലേക്ക് എത്താൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇപ്പൊ തന്നെ പഠിപ്പിക്കാത്തത് കേട്ടോ. യെസ്, അപ്പൊ ഇന്റർ എന്താണ്, ഇൻട്ര എന്താന്ന് മനസ്സിലായല്ലോ. ഓക്കെ, യെസ്. ഇനി അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ഒന്ന് വായിച്ചു നോക്കിയേ. ഈ ഒരു പാരഗ്രാഫിലുള്ളത് എന്താണ്? അത് വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായത്? എന്ത് മനസ്സിലായി? Individuals not only differ among themselves with regard to a specific trait by differences may also be noticed to the same individual when he is studied in a respect of various traits. നിങ്ങൾ ഇവിടെ ഇന്റർ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്താണെന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടോ? ഇൻട്രാ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്താണെന്ന് സെപ്പറേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടോ? രണ്ടും സെപ്പറേറ്റ് ഡെഫിനിഷൻ വല്ലതും കൊടുത്തിട്ടുണ്ടോ അവിടെ? വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും മനസ്സിലായോ? കൊടുത്തിട്ടില്ല. ഡെഫിനിഷൻ കൊടുത്തിട്ടില്ല. എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? പറയുന്നത് എന്താ? ഇന്നിത്തിരി തല വർക്ക് ചെയ്യുന്ന ദിവസമല്ലേ അത്യാവശ്യം? കിട്ടുന്നില്ല. പക്ഷെ ഒന്ന് വായിച്ചു നോക്കുക, 2-3 പ്രാവശ്യം വായിച്ചു നോക്കി എന്താ ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും അതിലുണ്ടോ നോക്കിയേ. ബില്ലിംഗ് ആയിട്ട് ആർക്ക് വേണമെങ്കിലും പറയാം.
മിസ്സേ വ്യക്തികൾ ഓരോ ഇൻഡിവിജ്വൽസും പരസ്പരം വ്യത്യസ്തത കാണിക്കുന്നുണ്ട്. അത് അല്ലാതെ തന്നെ ഓരോ വ്യക്തിക്കുള്ളിലും വ്യത്യസ്തത കാണിക്കുന്നുണ്ട്. അങ്ങനെയാണോ? വെരി ഗുഡ്. കുറച്ചുകൂടി ഒന്ന് സിമ്പിൾ ആക്കി പറഞ്ഞേ. വ്യക്തിയും വ്യത്യസ്തരാണ്, അതുപോലെ തന്നെ വ്യത്യസ്തരാണ്, പരസ്പരം വ്യത്യസ്തരാണ്. എന്നിരുന്നാൽ കൂടി ആ ഒരു വ്യക്തി അവരുടെ ഉള്ളിലെ ഗുണങ്ങളും ഒരു വ്യക്തി അവരുടെ ഓരോ ഗുണത്തിലും വ്യത്യസ്തത കാണിക്കുന്നു. അങ്ങനെയാണോ? ഒരു വ്യക്തി അവരുടെ ഓരോ ഗുണത്തിലും വ്യത്യസ്തത കാണിക്കുന്നു. ഓരോ വ്യത്യസ്തത കാണിക്കുന്നു. പരസ്പരം വ്യത്യസ്തം കാണിക്കുന്നുണ്ട്, എന്നാലും അവരുടെ ഉള്ളിൽ തന്നെ വ്യത്യാസം കാണിക്കുന്നുണ്ട്. വേറെ അതാണ് ഇവിടെ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ആദ്യം വിളിച്ചത് അല്ലെ. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വ്യത്യാസമുണ്ട്, ഒരു വ്യക്തിക്കുള്ളിൽ വ്യത്യാസമുണ്ട് അല്ലെ. പക്ഷെ എന്താണ്, വ്യക്തിക്ക് പൂർണ്ണമായിട്ട് എന്തുണ്ട്, വ്യക്തി വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നത്, ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്നൊരു ഭാഗം കേട്ടോ. യെസ്, പേടിക്കൊന്നും വേണ്ടിട്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യങ്ങളൊന്നും വരില്ല. എന്റെ ഒരു ക്വസ്റ്റ്യൻസ് ഒന്നും ഇതൊന്നും വിചാരിക്കണ്ട കേട്ടോ, ഇതൊന്നും ചോദിക്കില്ല. യെസ്, നമ്മുടെ ജിഷ ടീച്ചർ എന്താ എഡ്യൂക്കേഷൻ സൈക്കോളജി എടുത്താണ് നിങ്ങൾക്ക് തുടങ്ങിയില്ല മിസ്സേ. സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എടുത്തോണ്ടിരിക്കണം. സൊസൈറ്റി ഓഫ് പ്രൊഫഷൻ തുടങ്ങിയ ടീച്ചർ? പാർട്ട് 3 ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത് ആണോ? അല്ല മിസ്, PDF എടുക്കുന്നത് ഇപ്പം. ഇപ്പൊ PDF ആണോ മിസ്? ഫസ്റ്റ് എയ്ഡിന്റെ അല്ലേടാ? അല്ലല്ല, യെസ്. നിങ്ങള് ഇവിടെ പഠിക്കുമ്പോ ഒന്ന് ശ്രദ്ധിക്കുക, നേച്ചർ ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് പഠിക്കുമ്പോ ആദ്യം ഹെഡ് പോയിന്റ്സ് ഓർക്കുക. അതോടൊപ്പം തന്നെ എന്താണ്, ഈ 2 പോയിന്റ്സ് മാത്രം ഓർത്താൽ മതി. ഒന്ന് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ റേറ്റ്സ് ഉണ്ട്, അതേപോലെ തന്നെ എന്താണ് ഇന്റർ ഇൻഡിവിജ്വൽ ആൻഡ് ഇൻട്രാ ഇൻഡിവിജ്വൽ ഡിഫറൻസ്. ഈ ഹെഡ് പോയിന്റ്സ് മാത്രം ഒന്ന് ഓർത്ത് വെക്കുക നേച്ചർ പഠിക്കുമ്പോൾ കേട്ടോ. ഇൻഡിവിജ്വൽ ഡിഫറൻസിന്റെ നേച്ചർ എന്ന് പറയുമ്പോൾ ഈ 2 ഹെഡ് പോയിന്റ്സുകൾ പഠിച്ചു വെക്കാം. ഓക്കെ, നോർമൽ പ്രോബബിലിറ്റി കർവ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് റിലേറ്റഡ് ആയിട്ട് ഇതുവരെ ഒരു ചോദ്യത്തിനും ചോദിച്ചിട്ടില്ല, അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, പിന്നെ ഇനി എഡ്യൂക്കേഷൻ സിഗ്നിഫിക്കൻസ് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, knowledge of individual difference of pupil is of enormous significance to the teacher. Understanding and appreciation of individual difference among pupils are rudimentary to provide each and every pupil with apt educational experience geared to his potentialities, interests and experiential background. Okay, നമ്മുടെ എഡ്യൂക്കേഷണൽ ഫീൽഡില് നമ്മൾ ഈ വ്യക്തി വ്യത്യാസങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യകത ഉണ്ടോ? അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? ഒരു സ്കൂൾ സെറ്റിംഗ്സിൽ എത്ര ആലോചിക്കാം, ഒരു വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഒരു സ്കൂളിൽ നമ്മള് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഫീൽഡില് കുട്ടികളിലോട് നമുക്ക് ഇൻഡിവിജ്വൽ ഡിഫറൻസ് കാണിക്കേണ്ട ആവശ്യകത ഉണ്ടോ? ഇല്ലേ? ഉണ്ട്. ഏതെങ്കിലും ഉറപ്പിക്കാൻ. പക്ഷെ മിസ്സേ, നമുക്ക് കുട്ടികളുടെ അറിയണം. ഒരു ടീച്ചർ എന്ന നിലയിൽ നമ്മൾ അറിയണം കുട്ടികൾക്ക് എങ്ങനെയാണ് അവരുടെ സ്വഭാവങ്ങൾ അപ്പൊ എഡ്യൂക്കേഷൻ സമ്പ്രദായത്തിൽ എടുത്ത് നോക്കൂ നമ്മള്. അതിൽ ഏറ്റവും കൂടുതൽ കുട്ടികളിലുള്ള ഇൻഡിവിജ്വൽ ഡിഫറൻസ് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അധ്യാപകരാവേണ്ടത്. ഓക്കെ, അതാണ് ഒരു നല്ല അധ്യാപിക. അല്ലാതെ ഒരു എന്താ പറയാ, നമ്മുടെ ഈ കുട്ടികളിൽ വ്യത്യാസങ്ങൾ ഇല്ല, എല്ലാ കുട്ടികളും ഒരേപോലെ എന്ന് പറഞ്ഞ് നമ്മൾ പഠിപ്പിക്കാൻ തുടങ്ങിയാലോ കുട്ടികൾ പഠിക്കുവോ? ഇല്ല അല്ലെ. പല പൊട്ടൻഷ്യലുള്ള പല ഇന്റലിജൻസ് ഉള്ള കുട്ടികളാണ് നമ്മുടെ ക്ലാസ്സിൽ ഇരിക്കുന്നത് അല്ലേ. അപ്പൊ ഒരു കുട്ടി നന്നായിട്ട് പഠിക്കുകയായിരിക്കാം, പക്ഷെ അവിടെ തൊട്ടടുത്തിരിക്കുന്നത് എന്താണ് അതേപോലെ പഠിക്കണമെന്നുണ്ടോ? ഇല്ല, അവിടെ അതേപോലെ ഒന്നും ക്യാച്ചിങ് കപ്പാസിറ്റി ഒന്നും ഉണ്ടാവില്ല. നമ്മളിപ്പോ ഒരാള് ടീച്ചർ പറയുന്നതനുസരിച്ച് ഒരാൾ മാത്രമേ റെസ്പോണ്ട് ചെയ്തിരിക്കും. അപ്പൊ ടീച്ചർ എന്ന് വിചാരിക്കും അതിന് നല്ലോണം പഠിക്കുന്നുണ്ട്, അപ്പൊ അവരുടെ അടുത്തിരിക്കുന്നോ പഠിക്കുന്നുണ്ട് നമ്മളൊരു ചിന്താഗതി നമുക്ക് പാടുണ്ടോ? അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത് കേട്ടോ. തൊട്ടടുത്തിരിക്കുന്നത് ചിലപ്പോ ഒന്നും പറയണേന്റെ ABCD പോലും അറിയാൻ പറ്റില്ല അല്ലെ, ചിരിക്കുന്നുണ്ടാവുള്ളൂ.
ഓക്കെ, അത് നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, നമ്മുടെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ക്ലാസ് ചാർട്സ് ഒക്കെ കിട്ടുമ്പോഴാണ് ഈ ഒരു കൂടുതലായിട്ട് നിങ്ങൾ ഇതൊന്ന് അനലൈസ് ചെയ്യേണ്ടി വരുന്നത്. അതായത് നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടികളും പല ബാക്ക്ഗ്രൗണ്ട്, ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ അവർക്ക് എന്താണ് വ്യത്യാസമുണ്ട് അല്ലെ, അവരുടെ തോട്ട് വ്യത്യാസമുണ്ട്, സ്കില്ലിൽ വ്യത്യാസമുണ്ട്, ടാലന്റിൽ വ്യത്യാസമുണ്ട്, അതേപോലെ ഇൻട്രസ്റ്റ്, അതേപോലെ തന്നെ ആപ്റ്റിറ്റ്യൂഡിലൊക്കെ എന്താണ് കുട്ടികൾക്ക് പല രീതിയിലുള്ള ക്യാപ്പബിലിറ്റീസ് ആണ് ഉള്ളത്. ഓക്കെ, നമ്മുടെ കൂടെ വർക്കുന്ന ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കി, നിങ്ങൾ പഠിക്കുന്ന നിങ്ങളുടെ ഈ ഒരു ടീച്ചേഴ്സിന്റെ ഗ്യാങ്ങില്, ഈ മോണ്ടിസോറി ടീച്ചേഴ്സിന്റെ ഗ്യാങ്ങില് പല കപ്പാസിറ്റിയിലുള്ള ടീച്ചേഴ്സ് അല്ല നിങ്ങള്, പല കപ്പാസിറ്റീസ് ആണ്. ഓക്കെ, എന്താണ് നിങ്ങളുടെ മോസ്റ്റ് മേജർ കപ്പാസിറ്റി എന്ന് പറയുന്നത്? എന്താണ്? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? മോസ്റ്റ് മേജർ കപ്പാസിറ്റി എന്താണ്? അത് പറഞ്ഞ ഒന്നുമില്ല. എന്താ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയ നിങ്ങളിലുള്ള ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുന്നത്, നിങ്ങൾ വളരെ സ്കിൽഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ്. ഓരോരുത്തർക്കും സ്പെസിഫിക് ആയിട്ടുള്ള ടാലന്റ് ഉണ്ട്. ഒരു മടിയും കൂടാതെ പ്രസന്റ് ചെയ്യാനായിട്ടുള്ള ഒരു ധൈര്യമുള്ള ആൾക്കാരാണ് നിങ്ങൾ. മനസ്സിലാക്കിയത്തോളം കാര്യം എനിക്ക് അതാണ് മനസ്സിലായത്. നിങ്ങളുടെ വ്യത്യാസം അതാണ്. പിന്നെ ഒരു യൂണിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിച്ചു പോകുന്ന ഒരു മെന്റാലിറ്റി ഉള്ളവരാണ്. യൂണിറ്റി, ഇത് ഒരുമിച്ച് തന്നെ ചെയ്യണം അല്ലെങ്കിൽ മറ്റുള്ളവരെ ചെയ്യിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്ന ഒരു അത്തരം മാനസികമായിട്ടുള്ള ഒരു സിറ്റുവേഷൻസിൽ കടന്നു പോകുന്ന ആൾക്കാരാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ എന്താണ്, വളരെ പാവങ്ങളാണ്. പക്ഷെ എന്നു പറഞ്ഞാൽ ഭയങ്കര പാവങ്ങളല്ല, അത്യാവശ്യം സിറ്റുവേഷൻസിൽ മോശമായ സ്വഭാവങ്ങൾ കാണിക്കാനും അറിയാം അല്ലെ. മോശ സ്വഭാവം എന്ന് വെച്ചാൽ ദേഷ്യപ്പെടാനും കുട്ടിക്കാരൻ എല്ലാം ഉള്ള കുട്ടികളൊക്കെയാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ നിങ്ങൾ കാണുന്ന ഒരു സ്നേഹം എന്നുള്ളൊരു സാധനം ഏറ്റവും ബെസ്റ്റ് ആയിട്ട് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ആ ഒരു വ്യത്യാസമുണ്ട്. നന്നായിട്ട് യൂണിറ്റി, അതന്നെ. അതായത് യൂണിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ ടീച്ചേഴ്സിനും ഇതേപോലെ പറ്റണമെന്നില്ല അല്ലെ, ഒരുമിച്ച് എല്ലാവരെയും ഒരേപോലെ കൊണ്ടുപോകുന്ന പറയുന്നത്. അത് നിങ്ങളിലുള്ള ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ആണ് കേട്ടോ. ഓക്കെ, അതിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം, അഹങ്കാരത്തോട് അഭിമാനിക്കാം. താങ്ക് യു. ഇത് നമ്മുടെ എൻഡ് ഓഫ് ദ ഡേ വരെ ഉണ്ടായിരിക്കണം. ഇപ്പൊ മാത്രമല്ല, എൻഡ് ഓഫ് ദ ഡേയിൽ ഉണ്ടായിരിക്കണം. എന്തായാലും ഉണ്ടാവും. ഓക്കെ, അയ്യോ എവിടെ പറഞ്ഞിരുന്നപ്പോ നമ്മള് എഡ്യൂക്കേഷൻ സെറ്റിംഗ്സ്. ഓക്കെ, അപ്പൊ നിങ്ങളെ ക്ലാസ്സിൽ പോയി കഴിയുമ്പോൾ നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടിയില് ഒരു കുട്ടി നന്നായിട്ട് പെർഫോം ചെയ്തു, മറ്റേ കുട്ടീനോടൊക്കെ ചെയ്യാൻ പറയുമ്പോൾ അവൻ എന്നാൽ അതേപോലെ പെർഫോം ചെയ്തില്ല. നിങ്ങൾ അവനോട് എങ്ങനെയായിരിക്കും നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്നത്? എന്ത് പറയും നിങ്ങൾ ആ കുട്ടിയോട്? നല്ല പറഞ്ഞു നോക്കും, ശ്രമിക്കാൻ പറയും കുട്ടിയോട്. എന്താണ് പ്രശ്നം അനലൈസ് ചെയ്യാൻ നോക്കും. എന്നിട്ടും ശ്രമിച്ചിട്ടും ശരിയാവുന്നില്ലെങ്കിലോ കുട്ടി? നമ്മൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും മിസ്സേ. ആ കുട്ടിക്ക് ചിലപ്പോ വേറെ എന്തെങ്കിലും ഒരു കഴിവുണ്ടാവും. വെരി ഗുഡ്. അത് കണ്ടെത്താൻ പറ്റണം. അത് കണ്ടെത്താൻ പറ്റണം. എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നിയത്? ആ കുട്ടിക്ക് എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ളത് ഉണ്ടാവും നമുക്ക് ചിന്തിക്കാൻ പറ്റണം അല്ലെ. ഒരു കുട്ടിക്ക് ഡാൻസിലാണെങ്കിൽ ഒരു കുട്ടിക്ക് പാട്ടിലായിരിക്കും കഴിവ്, ചില കുട്ടികൾക്ക് വരയ്ക്കാനായിരിക്കും. അങ്ങനെ പല പല ഡിഫറൻസ് മെക്കാനിസം പഠിച്ചപ്പോൾ കോമ്പൻസേഷൻ നമുക്ക് ഭാഗം പഠിച്ചു നോക്കുന്നുണ്ടോ നിങ്ങൾക്ക്? കോമ്പൻസേഷൻ എന്താണ്? കോമ്പൻസേഷനിലെ ആ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ആണെന്ന് കാണിക്കുന്നത് അല്ലെ. അതിലെ ഒരു കുട്ടി ടീച്ചർ എനിക്ക് തോന്നുന്നു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയില്ല, അവൻ അക്കാദമിക്കലി വീക്കാണ്. അക്കാദമിക്കലായിട്ടുള്ള കാര്യങ്ങൾ ആ കുട്ടി വീക്കാണ്. പക്ഷെ ആർട്ടിക്കല് ഇപ്പൊ എന്താ പറയാ കായികമായിട്ടുള്ള കാര്യങ്ങളില് എന്താണ് അതായത് അവൻ ഒരു വീക്ക് പോയിന്റ് ആണ് അവന്റെ അക്കാദമിക് ഫീൽഡ് എന്ന് പറയുന്നത്. അത്ര ഇന്റലിജൻസ് ഉണ്ടാവുള്ളൂ, അതുകൊണ്ടാണ് അവർക്ക് പെർഫോം ചെയ്യാത്തത്. പക്ഷെ എന്താണ് അവൻ അതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? അവന് ബാക്കി മറ്റു കഴിവുകളുണ്ട് അല്ലെ, കായികമായിട്ടുണ്ട്, അല്ലെങ്കിൽ അഭിനയിക്കാനോ ഡാൻസ് ചെയ്യാനൊക്കെ കഴിവുണ്ട്. അതിനനുസരിച്ച് നമ്മൾ അക്കാദമിക്കലി പറ്റാത്ത കാര്യങ്ങൾ അവൻ അവിടെ കോമ്പൻസേറ്റ് ചെയ്യും. അതൊരു ഡിഫറൻസ് മെക്കാനിസം ആണ്. അതേപോലെ തന്നെ അതൊരു ഡിഫറൻസ് ആണ്, ഓരോ കുട്ടികളിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് ആണ്. അങ്ങനെ പല കുട്ടികളുണ്ട് അല്ലെ, പഠിക്കാൻ കുറച്ച് മോശമാണെങ്കിൽ മറ്റു കാര്യങ്ങളിൽ ഇൻട്രസ്റ്റഡ് ആയിരിക്കും. അപ്പൊ നമ്മള് പക്ഷെ അമ്മമാര് പറയും പഠിക്കൂല, പക്ഷെ ഇക്കാര്യത്തിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പക്ഷെ ആ കുഞ്ഞിന്റെ കപ്പാസിറ്റി അതാന്ന് എന്തോ ഒന്നും മനസ്സിലാക്കാത്തല്ലേ. നമ്മൾ പറയുമ്പോ അങ്ങനെയൊക്കെ പറയും പഠിക്കണം ആരെങ്കിലും. നിങ്ങളും പറയാറില്ലേ? ഫോർ എക്സാമ്പിള് ഇപ്പൊ എന്റെ മൂത്ത മോന് ചെസ്സിനോട് താല്പര്യം, പക്ഷെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറയും നീ ചെസ് കളിക്കണത് ഓക്കെ, നീ അതേപോലെ പഠിക്കും കൂടി വേണം എന്ന് ഞങ്ങള് ഉപദേശിക്കും. ഇപ്പൊ 9th ആണ്, ചെസ് നന്നായിട്ട് കളിക്കും. ചെസ് കളിച്ചോട്ടെ അതിലൊക്കെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം. ചിലപ്പോ ഏറ്റവും വലിയ ടോപ്പ് പൊസിഷനിൽ എത്തിയാലോ പറയാൻ പറ്റില്ല അല്ലെ.
അതിന് സപ്പോർട്ട് ചെയ്തപ്പോൾ പഠിച്ചോളൂ, ആള് പഠിച്ചോളൂ. നമ്മളെ പ്രഷർ ചെയ്യേണ്ട കാര്യമില്ല, അത് പഠിച്ചോളൂ. പിന്നെ നമുക്കിതിങ്ങനെ പറഞ്ഞു തരുന്നില്ലെങ്കിൽ നമുക്ക് സമാധാനം ഉണ്ടാവില്ല അല്ലെ? പഠിക്കാൻ പറഞ്ഞില്ലെങ്കിൽ അത് പിന്നെ അയാളുടെ വിഷമം ഞാൻ തന്നെ കാണണം. അപ്പൊ അതിനേക്കാളും നല്ലത് അയാൾക്ക് ഇന്ന സബ്ജക്ട് എടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ മിസ് എല്ലാ അമ്മമാർക്കും ഒരു സൈക്കോളജിയുടെ ക്ലാസ് എടുത്തു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാകുമെന്ന് എനിക്ക് തോന്നുന്നു. അതൊക്കെ നിങ്ങൾ ആ സോഷ്യൽ ഇമോഷണലൊക്കെ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എനിക്കത് ഞാൻ അമ്മയ്ക്ക് കൊടുത്തത് എടുക്കാൻ വേറെ ചാപ്റ്റേഴ്സ് ഇല്ലാതെ കൊടുത്തത്. അമ്മമാർക്ക് മാത്രമല്ല മിസ്സേ, അച്ഛന്മാർക്കും വേണം സൈക്കോളജി. ഉദ്ദേശിച്ചത് നമ്മുടെ ഹസ്ബൻഡ്സിനും ഒരു ക്ലാസ് വേണമെന്നല്ലേ ഗോപി ചേച്ചി? അച്ഛന്മാർക്ക്, അമ്മമാർക്ക്, ഹസ്ബൻഡിനെ അല്ല മിസ്സേ, ഞാൻ പറയട്ടെ, എന്റെ കാഴ്ചപ്പാടില് മാർക്ക് അവരെ കൊണ്ട് അവര് ഫസ്റ്റ് മാർക്ക് മേടിക്കുന്നുണ്ട്. അവർക്ക് ഇപ്പൊ ഒരു 80% അല്ലെങ്കിൽ 85% മാർക്ക് വാങ്ങിച്ച എന്നെ സംബന്ധിച്ച് എനിക്ക് അത് ഭയങ്കര സന്തോഷം, എനിക്ക് അത് മതി. പക്ഷെ ഇവിടുത്തെ അച്ഛൻ അങ്ങനെയല്ല, നീ അത്രയും മാർക്ക് വാങ്ങിക്കണം, നിന്റെ 2 മാർക്ക് അങ്ങനെ അങ്ങ് കുഞ്ഞുങ്ങളെ അങ്ങ് അങ്ങോട്ട് അങ്ങ് പ്രഷർ ചെയ്യും. അപ്പൊ ഞാനാ പറയുന്നത് എന്തോന്നാന്ന് വെച്ചാൽ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു കപ്പാസിറ്റി ഉണ്ട്. അവര് എവിടെയെങ്കിലും ഒരു പൊസിഷനിൽ എത്താനുള്ള ഒരു മാർക്ക്, ഇപ്പൊ 10ാം ക്ലാസ് ആയാലും +2 ആയാലും അവര് പാസ്സായി കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ സ്കില്ലിനനുസരിച്ചായിരിക്കും പഠിക്കുന്നത്. പിന്നെയാണ് അവരോരോ പൊസിഷനിൽ എത്തുന്നത്. ഇപ്പോഴേ നമ്മൾ കാര്യം മനസ്സിലായില്ല എന്താണത് ആളങ്ങനെ പറയുന്നത് എന്താന്ന് മനസ്സിലായോ? ഇല്ല മിസ്, ഞാൻ എപ്പോഴും അത് അല്ലതോ, അതാണ് ഇൻഡിവിജ്വൽ ഡിഫറൻസ്. അയാൾക്ക് വ്യത്യസ്തമായ ആളങ്ങനെ പിടിക്കുന്നുണ്ടാണ്. ഞാൻ അന്നേരം പറഞ്ഞു കൊടുക്കും. അമ്മാനും പറയുന്ന അങ്ങനെ നിനക്കത് മതിയായിരിക്കും, എനിക്കത് പോരാ, ഇതിനെക്കാട്ടി. പക്ഷെ കുഞ്ഞുങ്ങൾക്കല്ലേ പ്രഷർ കൂടുതലാവുന്നത്. അമ്മ പറയുന്നതിനേക്കാൾ കൂടുതൽ അച്ഛൻ പറയുന്നതല്ലേ ഇതാവുന്നത്. അതുകൊണ്ട് ഞാൻ വഴക്കൊന്നും പറയാറില്ല മിസ്സേ. മാർക്ക് കൊണ്ടുവരുമ്പോ വഴക്കൊന്നും പറയാറില്ല. അവർക്ക് പഠിക്കാൻ നമ്മുടെ കുട്ടികൾ മാർക്ക് കുറവ് കാണിച്ചാലും നമ്മൾ അങ്ങനെ വൈലന്റ് ആക്കുന്ന ഒരു കാര്യമില്ല. പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ ശരിയാവുന്ന പ്രശ്നമുള്ളൂ കേട്ടോ. എന്റെ അച്ഛനാണ് തിരിച്ചായിരുന്നു. 90% മാർക്ക് വേണം അച്ഛനെ, എന്റെ അച്ഛന്. ഇപ്പൊ ഞങ്ങള് പേപ്പറായിട്ട് നിൽക്കുമ്പോ ഇങ്ങനെ കഴിയും കാലൊക്കെ പിറക്കി സൈൻ ചെയ്തിട്ടുണ്ട് അച്ഛൻ. അപ്പൊ 90, 80, 70 ഇങ്ങനെ പോകും. അപ്പൊ അമ്മ വർഷം നീ നല്ല മാർക്കിന്റെ ഫ്രണ്ടിൽ വെച്ചോ, അപ്പൊ അത് ആദ്യം കാണട്ടെ അച്ഛൻ. അങ്ങനെ ഒരു കാലഘട്ടം എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവില്ലേ? അവര് പേടിച്ച് നമ്മുടെ പ്രോഗ്രസ് കാർഡൊക്കെ കാണിച്ച ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടാവും. എന്റെ അമ്മയുടെ പേരിൽ കള്ളകപ്പ് വരെ ഇട്ടിട്ടുണ്ട് മിസ്സേ. കള്ളങ്ങളൊക്കെ കൊടുത്തോണ്ടാവും. അതെ, ഓക്കെ. ഇത് ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. നിങ്ങള് സിനിമയ്ക്ക് പോയോ? സർവ്വമായ കണ്ടോ സിനിമ? കണ്ടില്ല പെട്ടെന്നാണ് ആ കുട്ടിയെ കണ്ടത് ഇങ്ങനെ ഇരിക്കണതേ. പിന്നെ മറ്റേനത്രയൊന്നും പേടിയായില്ല മിസ്. ചോദിച്ചത് പേടിക്കുന്നല്ലേ, എന്താണ് ആ ഒരു അവസ്ഥയെന്ന് മനസ്സിലായത് നിങ്ങൾക്ക്? നിങ്ങൾ കുറെ സൈക്കോളജിയുടെ കുറെ ഭാഗങ്ങളൊക്കെ പഠിച്ചു പോയാലല്ലേ എന്തെങ്കിലും മനസ്സിലായത് നിങ്ങൾക്ക്? അത് റിയലാണോ? മിസ് ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഹസ്ബൻഡ് പറയും എന്ത് കഥയാണ്, ഇതൊക്കെ നടക്കണ കാര്യമാണ്. കാണാത്തവരുണ്ടാവും, സ്പോയിൽ ആക്കട്ടെ. രുതിയ കണ്ടില്ലേ? രുതിയ ലോകം കണ്ടപ്പോഴും ഹസ്ബൻഡ് ഇതേപോലെ പറഞ്ഞായിരുന്നു എന്ത് കഥയാണ്. പക്ഷെ നല്ല കഥകള്, നമുക്ക് പല സിമിലാരിറ്റീസ്. പക്ഷെ കോമഡിയാണ്, ഫിലിം കോമഡിയാണ്, ഫീൽ ഗുഡ് മൂവിയാണ്. പക്ഷെ നല്ലൊരു കോൺസെപ്റ്റ് ഉണ്ട് അതില്, നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്ന് കാണാൻ പറ്റും. ഇപ്പൊ ജേസന് സംശയമൊന്നും തോന്നിയില്ല സിനിമ കണ്ടിട്ട്? പ്രത്യേകിച്ച് സംശയമൊന്നും തോന്നിയില്ല? സംശയമൊന്നും തോന്നിയില്ല മിസ്. പക്ഷെ അതില് കുറച്ച് എന്നാൽ ലാസ്റ്റ് ആ താടിക്കാരന്റെ കാര്യം പറഞ്ഞില്ലേ, അവനെ കാണിച്ചു കൊടുക്കുന്നതായിട്ട് പറഞ്ഞില്ലേ, പക്ഷെ അത് കള്ളത്തരമല്ലേ മിസ്? അത് യഥാർത്ഥ ആളെ കാണിച്ചു കൊടുത്തില്ല, അതൊരു കംപ്ലൈന്റ്. അതാണ് പറഞ്ഞ ഡയലോഗ് ശ്രദ്ധിക്കണം. ഡയലോഗ് കറക്റ്റ് ആയിട്ട് അതിനകത്ത് പറയുന്നുണ്ട്, അത് ശ്രദ്ധിക്കാത്തോണ്ടാ മനസ്സിലാവുന്നത്. അതെ, ഇന്ന് ക്ലാസ് കഴിഞ്ഞപ്പോ എല്ലാരും പറയുണ്ടാവും ഇന്ന് മിസ് ക്ലാസ്സിൽ സിനിമയുടെ കാര്യം പറഞ്ഞപ്പോ എന്തായാലും കാണാൻ പോകുന്നു. മിസ് മനസ്സിലാക്കിയത് ആരായിരുന്നു ആ ലാസ്റ്റ് താടിക്കാരൻ? എന്ത് താടിക്കാരനോ? ആളെ കുറിച്ച് അവിടെ പറയുന്നത് പോലുമില്ല അല്ലെ? കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല എന്നല്ല, സംശയം വന്നു. അതെങ്ങനെ കണ്ടുപിടിക്കുന്നു? അപ്പൊ 2 പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ക്ലിയർ ആയി. ക്യൂരിയോസിറ്റി കാണാൻ എന്തായാലും ഇവിടെ സംഭവിച്ചിരുന്നുണ്ടോ? അപ്പൊ എനിക്കത് ക്ലിയർ ആയില്ല. ഒന്നുകൂടി പോയി കണ്ടു ഞാൻ.
നല്ല അല്ല മിസ് തിയേറ്ററിലാണോ പോയത്? തിയേറ്ററിലല്ലേ പോയത്? തിയേറ്ററിൽ പോയപ്പോ ഫസ്റ്റ് ഷോ ഇനി കണ്ടു. പോണ കാര്യം പറഞ്ഞ എന്ത് പറയുന്ന അറിഞ്ഞൂടാ മിസ്. അന്ന് കണ്ടപ്പോഴേ ഒരുപാട് ബഹളവും അങ്ങനെയൊക്കെ കൊണ്ട് നമുക്ക് അവരുടെ ഡയലോഗ്സ് ഒന്നും ക്ലിയർ ആവുന്നുണ്ടായില്ല. അങ്ങനെ പിന്നെ ഒന്നും കൂടി പോയി കണ്ടപ്പോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കുറച്ച് വിഷമമാവും. എന്നാൽ പോലും എന്താണ് നല്ലൊരു സിനിമ കണ്ടൊരു ഫീൽ കിട്ടും. കാണാത്തവർ എന്തായാലും പോയി സർവമായ സിനിമ കാണാം. നമുക്കിന്ന് എല്ലാരോടും നമുക്ക് വീട്ടിൽ പറയായിരുന്നു, മിസ് പറഞ്ഞു സർവമായ കാണണം. അപ്പൊ മിസ്സിന്റെ പേര് മിസ്സിന് വെച്ചെടുത്താണല്ലേ? നമ്മളുടെ മനസ്സിന്റെ തോന്നലുകൾ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസത്തെ കുറിച്ച് പഠിക്കുന്നതാണ്. ശരിയാണ് ശരിയാണ്. അത് ഇതായിട്ട് റിലേഷൻ ഉണ്ട്. അത് സൈക്കോളജിക്കൽ മൂവിയാണത്. പലർക്കും അത് കണക്ട് ചെയ്യാൻ പറ്റും. അത് കണ്ടു കഴിയുമ്പോൾ തോന്നും നമുക്ക് നമ്മുടെ കൂടെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും എന്നൊക്കെ തോന്നും നമുക്ക് കേട്ടോ സിനിമ കണ്ടുകഴിയുമ്പോൾ. പെട്ടെന്നാണ് കുട്ടി ഹായ് പറയുന്നത് മതി. അയ്യോ സോറി, എല്ലാം മറന്നേക്കും എല്ലാരും. ഇവര് പോയി കണ്ടെങ്കിൽ പോയിട്ട് നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ അനുഭവം എന്താണെന്നുള്ളത് പറയാം കേട്ടോ. ഓക്കെ താങ്ക് യു. സൈൻ ഔട്ട് ആരാണ്? ഞാനാണ് മിസ്. Thank you, Miss, for a beautiful class. Today we learn about integer differences. ഓരോ വ്യക്തികളിലും അതിനുള്ള വ്യത്യസ്തമായ സ്വഭാവങ്ങളാണുള്ളത്. അത് നമ്മളിന്ന് പഠിച്ചു നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. താങ്ക് യു മിസ്. താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്സ്. താങ്ക് യു. ഓക്കെ താങ്ക് താങ്ക് യു യു സോ മച്ച്. ഓക്കെ താങ്ക് യു മാം. ശരി. ഇനി വേറെ ക്ലാസ്സിലല്ലോ നിങ്ങൾക്ക്? ഒരെണ്ണല്ലോ ഈ ദിവസം ഒരെണ്ണല്ലേ? 2 പീരീഡ് ഇല്ലല്ലോ? ഇല്ല 2 പ്രാവശ്യം